اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ അബ്ദുൽ ഹക്കീം സാഹിബ് അവർകൾ നമുക്കിവിടെ ഖിറാഅത്ത് ഓതിയ ഹാഫിദ് ഫായിസ് മുസ്തഫ സ്വാഗതം ആശംസിച്ച അൽത്താഫ് മോൻ പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ, ഉദ്ഘാടനം നടത്തിയ ബഹുമാന്യനായ ചീഫ് ഇമാം മുഹമ്മദ് സാലിഹ് മൗലവി അവർകൾ, മുഖ്യ അതിഥിയായ അൻസർ മുഹമ്മദ്, മറ്റും നമ്മളിവിടെ ആശംസകൾക്ക് നമ്മുടെ ഈ മജ്ലിസിൽ ഉപവിഷ്ടരായിരിക്കുന്ന അയ്യൂബ് മൗലവി, മുഹമ്മദ് സാദിഖ് മൗലവി, ഷമീർ ബൈജു, നാസർ യൂനുസ്, അബ്ദുൽ ഖാദർ അമ്പിളി, ഇജാസ് ഖാൻ MI, റസാഖ് ചുനക്കര, ബുഖാരി, സൈഫുദ്ദീൻ, മറ്റും വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ നമ്മുടെ ഇന്നിവിടെ ആദരിക്കപ്പെട്ട നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലാഹു തആല അവരെല്ലാം സ്വീകരിക്കുകയും മുഖറബികളായ പണ്ഡിതന്മാരെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിലും അല്ലാഹു ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകട്ടെ. അവനേട്ടാ ഇതൊന്ന് തുറന്നു പറ, ഇച്ചിരി സൗണ്ട് കൂടെ അല്ല, അവിടെ അവനറിയാം, നിങ്ങൾക്കറിയത്തില്ല, അജയറിയാമോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഷ്യനട്ട കസേരയിലിരി, ഇവിടെ എടുത്തിങ്ങോട്ട് മാറ്റിയിട്ട് താഴെ പോയിട്ട് പതുക്കെ മുങ്ങാനാണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ആളെന്തിയാണ്. സംഘടനയുടെ പേരൊന്നും ഇല്ലയോ? സംഘടനയ്ക്ക് പേരൊന്നും ഇല്ല, സാധു ജനന്നേ ഉള്ളൂ, അതിന് പേരൊന്നുമില്ല. സാധു ജനം, എല്ലാ സാധുക്കളാണ്. സാധുജന സംരക്ഷണം, പമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ഥലത്തിൻ്റെ ഒരു പമ്മ എന്നാണ്. എൻ്റെ 18ാമത്തെ വാർഷികവുമായി ബന്ധപ്പെട്ട ഏകദിന വിജ്ഞാന മജ്ലിസാണ് അല്ലേ? നാളെ ഉണ്ടോ? ഇല്ലല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന് മുമ്പ് നമുക്കൊരു മുന്നൊരുക്കം, ഒരു 2 കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് റമളാനിനെ വരവേൽക്കുന്നതിന് ഇതുപോലൊരു വഅദ് മജ്ലിസ് നല്ലതാണ്. പിന്നെ പൊതുവെ ഈ വഅദിൻ്റെ മജ്ലിസുകളൊന്നും കേൾക്കാനൊന്നും ഇന്ന് ആളുകൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തൊരു കാലമാണ്. പൊതുവെ അങ്ങനെയാണ്. നിസ്കരിക്കാൻ ആളില്ലാതെ വരുന്നുണ്ട്, പള്ളിയെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. UP-യിലൊക്കെ ഇപ്പോൾ 90 പള്ളി പൊളിച്ചു. JCB ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ നിസ്കരിക്കാൻ ആളില്ലേ? നിസ്കരിക്കാൻ എല്ലാവരും വീട്ടിൽ നിസ്കരിക്കുകയാണ്, അവർക്ക് പള്ളിയായിട്ട് ബന്ധമില്ല. പിന്നെ ഈ വഅദ് കേൾക്കാനും കൂടെ ആളുകൾ വരാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വഅദും കൂടെ പതുക്കെ നിരോധിക്കും. പിന്നെ ആളുകൾക്ക് ദീൻ കേൾക്കാൻ ഒരു വഴിയില്ലാതെയാവും. അപ്പൊ ദീനില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ, വഅദ് നസീഹത്ത് കേൾക്കാനൊരു അവസരം ഇല്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സമുദായമൊക്കെ പിഴച്ചു പോകും. ആരും ഉപദേശിക്കാനില്ല, ഉപദേശം തരാനും ആരുമില്ല, സത്യം പറഞ്ഞു തരാനും ആരുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് വലിയ വിഷമമായിരിക്കും, വലിയ പ്രയാസമായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞാണ്, ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ ദീനെന്ന് പറഞ്ഞാൽ കൽ ഖാബിളി ഫിൽ ജംർ, അതായത് ഒരു തീക്കട്ട നമ്മുടെ കൈവെള്ളയിൽ മുറുകെ പിടിക്കുമ്പോൾ എത്രത്തോളം വേദന ഉണ്ടാകുമോ അത്രയും വേദനയായിരിക്കും നമുക്ക് നാളെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇനി വരുന്ന കാലങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇനി അങ്ങനെ തന്നെയാണ്. മുസ്ലിമീങ്ങൾക്ക് ഇപ്പോൾ സ്വാഭാവികമായി ഒരു രക്ഷയും സുരക്ഷയും ആരുടെയും സഹായവും ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ നമ്മുടെ മക്കളെയും ദീനനുസരിച്ചുള്ള ഒരു ജീവിത പന്ഥാവിലേക്ക് കൊണ്ടെത്തിക്കണം. അതിന് മാതാപിതാക്കളും മക്കളും തയ്യാറാകണം. ഇല്ല എങ്കിൽ വലിയ വില ഭാവിയിൽ നൽകേണ്ടി വരും. ഇതൊരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പണ്ഡിതന്മാർ ഓരോരോ സ്റ്റേജിലും മുക്കിലും മൂലകളിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളതനുസരിച്ച് ബോധവൽക്കരണം നടത്തി ബോധവൽക്കരിക്കപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് വലുത്, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നാളെ ഖേദിക്കേണ്ടി വരും. ആഖിറത്തിൽ ഖേദിക്കണം, ദുനിയാവിലും ഖേദിക്കണം.
അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ആ പരിശുദ്ധ റമദാനിന് മുന്നോടിയായി നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കുറെ സ്ഥലത്ത് യാത്രകളെ കുറിച്ച് പറയുന്നുണ്ട്. നടക്കുക, ഓടുക, ചാടുക, ധൃതി പിടിച്ച് ഓടുക, മത്സരിക്കുക എന്നൊക്കെ അല്ലാഹു തആല പറയുന്നുണ്ട് ഖുർആനിൽ പല പല സ്ഥലങ്ങളിൽ. ഓരോ സ്ഥലത്ത് യാത്രയെ, ആ നടത്തയെ കുറിച്ച് അല്ലാഹു തആല പറയുന്നതിന് ചില അർത്ഥങ്ങളുണ്ട്. എവിടെ നടക്കണം? നമ്മളിപ്പോ യാത്ര കാർ ഓടിച്ചു പോകുന്നവരാണ്. റോഡ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവും 50 മൈൽ സ്പീഡ്, 70 മൈൽ സ്പീഡ്, 80 മൈൽ സ്പീഡ്, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. ചില സ്ഥലത്ത് 120 എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് ധൃതി പിടിച്ച് ഓടണം. അവിടെ സ്ലോവിൽ പോകാൻ പാടില്ല. വിദേശ രാജ്യത്ത് സ്പീഡിൽ പോകാൻ എഴുതിയിരിക്കുന്ന സ്ഥലത്ത് അത് സ്ലോവിൽ പോയാൽ പെനാൽറ്റിയാണ്. സ്ലോവിൽ പോകേണ്ട സ്ഥലത്ത് സ്പീഡിൽ പോയാൽ പെനാൽറ്റിയാണ്, ശിക്ഷയുണ്ട് ഇവിടെ തന്നെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ കുറെ സ്ഥലത്ത് ഇങ്ങനെ ഒരു യാത്രകളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു തരാം. ഒന്ന്, അല്ലാഹു തആല പറയുന്നു, കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പോകേണ്ടത് എങ്ങനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഭൂമിയെ നിനക്ക് വിധേയമാക്കി തന്നിട്ടുണ്ട്. ഫംശൂ ഫീ മനാകിബിഹാ, അതിന്റെ ഉപരിതലത്തിലൂടെ നീ യാത്ര ചെയ്ത് നിനക്ക് ജീവിക്കാനുള്ള ഉപജീവനം നീ കണ്ടെത്തണേ. വ ഇലൈഹിൻ നുശൂർ, നീ ഓർക്കണം അവനിലേക്കാണ് നിന്റെ മടക്കം എന്ന കാര്യം കൂടി നീ ഓർക്കണേ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയാം, ഉപജീവനാർത്ഥം കച്ചവടം ചെയ്യാൻ വേണ്ടി നമ്മൾ ഭൂമിയിൽ സഞ്ചരിക്കുന്നതിന് അല്ലാഹു ഉപയോഗിച്ച വാക്ക് മഷി എന്നാണ്. നടന്നു പോയാൽ മതി, വെപ്രാളം കാണിക്കണ്ട. അതാ പറഞ്ഞത്. കച്ചവടത്തിന് പോകുമ്പോൾ നമ്മൾ വെപ്രാളം കാണിക്കണ്ട, സാവകാശം എന്ന് പറഞ്ഞാൽ സദാസമയം കച്ചവടമേ ദുനിയാവേ ദുനിയാവേ എന്ന് പറഞ്ഞു നീ കഴിയണ്ട. ഇതാണ് അല്ലാഹു പറഞ്ഞത്. എന്നിട്ട് ലാസ്റ്റ് അല്ലാഹു ഒരു താക്കീത്, അവനിലേക്കാണ് നിന്റെ മടക്കം എന്ന് പറഞ്ഞാല് അല്ലാഹു പറഞ്ഞതൊന്നും കേൾക്കാതെ ഈ ദുനിയാവിൽ കിടന്ന് ഓടിച്ചാടി പണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്ന സമയത്ത് അവനിലേക്കാണ് നീ വരുന്നത്. അപ്പൊ നീ സൂക്ഷിച്ചോണം. അവൻ നിന്നോട് ചോദ്യം ഉണ്ടാവും. അവൻ ചോദിക്കും നമ്മളോട്, നമ്മൾ സമ്പാദിക്കുന്നത് എന്തിനാണ്? സമ്പാദ്യം എന്ന് പറയുന്നത് വലിയൊരു ഹലാലായ ഒരു ബിസിനസ്സാണ്. അത് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. പക്ഷെ അത് എങ്ങനെയുള്ള സമ്പാദ്യമാകണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്, ഹദീസും പറയുന്നുണ്ട്. മൻ തലബ ദുനിയാ ഹലാലാ ഇസ്തിഅഫാഫൻ മിനൽ മസല വസഅയൻ ലിഅഹ്ലിഹി വതഅത്തുഫൻ ലിദാരി ജാഅ യൗമൽ ഖിയാമ വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തൽ ബദ്രി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഹലാലായ നിലയിൽ സമ്പാദിച്ചാൽ, സമ്പാദിക്കണം, അങ്ങനെ സമ്പാദിക്കാവൂ. മൻ തലബ ദുനിയാ ഹലാലാ, ഹലാലല്ലാത്ത സമ്പാദ്യം അല്ലാഹുവിന് ഇഷ്ടമല്ല. ആ ഹലാലല്ലാത്ത സമ്പാദ്യം കൊണ്ട് നമ്മൾ എത്ര സദഖ ചെയ്താലും എത്ര മറ്റുള്ളവർക്ക് കൊടുത്താലും നമ്മുടെ മക്കളെ തീറ്റിച്ചാലും ആ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഹലാലല്ലാത്ത സമ്പാദ്യം അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ തലബ ദുനിയാ ഹലാലാ ഇസ്തിഅഫാഫൻ മിനൽ മസ്അല. എന്താണ് നമ്മുടെ സമ്പാദ്യം? നമ്മളെ സമ്പാദിക്കുന്നത് 3 കാര്യത്തിനാണ്. ഒന്ന്, ഇസ്തിഅഫാഫൻ മിനൽ മസ്അല, മറ്റുള്ളവരുടെ മുന്നിൽ പോയി നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ യാചിക്കാൻ പാടില്ല.
മറ്റുള്ളവരുടെ മുന്നിൽ പോയി യാചിക്കരുത്, യാചിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. അത് കല്യാണത്തിനാകട്ടെ, പഠിപ്പിക്കാനാവട്ടെ, ആശുപത്രി ചെലവിനാകട്ടെ, വീട് വെക്കാനാവട്ടെ, ഒരിക്കലും നമ്മൾ നമ്മുടെ കുടുംബം മറ്റൊരാളുടെ മുന്നിൽ ആശ്രയിക്കാൻ പാടില്ല. അതിന് വാപ്പാമാര് സമ്പാദിക്കണം ഹലാലായിട്ട്. അത് സുന്നത്താണ്. അപ്പൊ അതിൽ ഒന്നാമത്തത് ചോദിക്കാൻ പാടില്ല, യാചിക്കാൻ പാടില്ല. യാചന ഇസ്ലാം നിരോധിക്കുന്നു. യാചിക്കാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരാളുടെ കയ്യിൽ നീ പോയി ചോദിക്കാതെ നീ സ്വന്തമായി കച്ചവടം ചെയ്യും. ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഏറ്റവും നല്ല കച്ചവടം ഏതാണ് നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി വകുല്ലു ബൈഇൻ മബ്റൂർ. ഒരാൾ തന്റെ കൈ കൊണ്ട് ചെയ്യുന്ന അധ്വാനമാണ് അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമായ അധ്വാനമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഏറ്റവും നല്ല അധ്വാനം നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന അധ്വാനം, അതാണ് ഏറ്റവും വലുത്. ഇപ്പൊ നമ്മള് ബംഗാളികളെ കിടന്ന് കഷ്ടപ്പെട്ട് ആ താബൂക്കൊക്കെ പൊക്കിയിട്ട് നമ്മൾ മീനിന്റെ പെട്ടിയൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്ന ത്യാഗം ഉണ്ടല്ലോ, ആ കച്ചവടത്തിന് അല്ലാഹുവിന്റെ വലിയ സ്ഥാനം. പിന്നെ എല്ലാം നല്ല കച്ചവടങ്ങളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ആ കച്ചവടം ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ കുടുംബത്തെ നോക്കണം. ഇസ്തിഅഫാഫൻ മിനൽ മസ്അല, നമ്മുടെ മക്കളും ഭാര്യയും പോയി മറ്റുള്ളവരുടെ മുന്നിൽ തണ്ടാൻ പാടില്ല. 2 വസഅയൽ ലിഅഹ്ലി, തന്റെ കുടുംബത്തിന് ആത്മാഭിമാനത്തിന് വേണ്ടിയുമാണ് അവന്റെ സമ്പാദ്യം. നീ കണ്ടില്ല അവന്റെ പണ്ടാട്ടി അവിടെ കിടന്ന് നടക്കുന്ന, അവിടെ കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ല. ഇസ്സത്തും അഭിമാനവുമാണ് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ അല്ലെങ്കിൽ പണിയെടുത്ത് അവൻ്റെ അടുത്ത് പോയി യാചിച്ച് മക്കളുടെ കാര്യം പറഞ്ഞ് നമ്മുടെ കാര്യം പറഞ്ഞ് വീടിന്റെ കാര്യം പറഞ്ഞ് ഈ പഞ്ഞവും പരിവട്ടവും ഒക്കെ പറയാന്നുള്ളത് അത് ഇസ്സത്തിന് തടസ്സാണ്. അത് ഉണ്ടാകാതിരിക്കാൻ ഹലാലായ സമ്പാദ്യത്തിലൂടെ ജീവിച്ചിരിക്കുന്ന ഉപ്പമാര് നല്ലതുപോലെ പൈസ ഉണ്ടാക്കി വെക്കണം മക്കൾക്ക് ഭാവിയിൽ. അല്ലെങ്കിൽ ഈ അത്ത ഒന്നും ഉണ്ടാക്കാതെ മരിച്ചുപോയാൽ പറയും, അങ്ങേര് കുറെ കടവുണ്ടാക്കി വെച്ചിട്ട് പോയി, ഞങ്ങൾക്ക് ഇവിടെ പൊറുതിയില്ല, കിടക്കാനും വയ്യ, സമാധാനം ഇല്ലാതെ പറയും. അതുണ്ടാക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് കുടുംബത്തിനൊരു റാഹത്തും സമാധാനവും ആത്മാഭിമാനം നിലനിർത്തുന്നതിനുമാണ് നമ്മൾ കച്ചവടം ചെയ്യേണ്ടത്. അത് 2ാമത്തെ ഭാഗം. 3 നമ്മൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം നമ്മുടെ കുടുംബം മാത്രം തിന്നാ പോരാ, അത് മാത്രം തിന്നാ പോരാ. അയൽപക്കത്തുള്ള നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സഹപ്രവർത്തകരെ കൂടി നീ പരിഗണിക്കണേ. കേട്ടോ, ഒരു പെട്ടി മീനെടുത്ത് കൊണ്ടുപോയി കച്ചവടം ചെയ്ത് തിരിച്ചു ബാക്കി കൊണ്ടുവന്ന് അയൽപക്കത്തുള്ളവരെ വിളിച്ചു കൊടുക്കണം. സൈനവ, സലീന, സുബൈദ, മീൻ വേണം, ഒന്നാ കിട്ടോ, ഫ്രീ ആയിട്ട് കൊടുക്കണം, പൈസക്കില്ല. ഈ ഫ്രീ ആയിട്ട് കൊടുത്താൽ പൈസ കൊടുത്താൽ അത് കച്ചവടമായി. അയൽവക്കക്കാരെ നമ്മളൊന്ന് ബഹുമാനിച്ച് ആദരിച്ച് അവരോട് അല്പ ദയ കാണിച്ച് നമ്മൾ അയൽവക്കത്തുള്ളവരെ കൂടെ സഹായിക്കണം നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന്. അങ്ങനെയാണ് ഈ സാധു സംരക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത് സാധു സംരക്ഷണം എന്നുള്ള സംവിധാനം വരുന്നത് അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് വെറുതെ അല്ല. ഈ 18 വർഷമായിട്ട് ഈ സാധു സംരക്ഷണം എനിക്ക് വന്നത് വലിയ പണിയൊന്നും നടക്കുന്നില്ലേ, പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? പിന്നെ ഒരു ഉണങ്ങിയ മജ്ലിസ് മട്ടിൽ പോകുന്നു, പരിപാടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇല്ലയോ? 2-3 ലക്ഷം രൂപ ഒക്കെ കൊടുത്ത് സഹായിക്കുന്നുണ്ടോ? റമദാന് കിറ്റ് കൊടുക്കുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാം ഉണ്ടപ്പോൾ സംഭവം. അൽഹംദുലില്ലാഹ്. അല്ല, ഇങ്ങനെ ഒരു സാധു സംരക്ഷണത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കാണ്. അതുകൊണ്ട് ചോദിച്ചത്. പമ്മി ഇരിക്കുന്നതായതുകൊണ്ടാണ്. രംഗത്തേക്ക് പറയാത്തതുകൊണ്ടായിരിക്കും. അതാ ചുമ്മാ സ്ഥലത്തിന്റെ ഒരു പമ്മെന്നായത്. നടക്കുന്നുണ്ടാ? അൽഹംദുലില്ലാഹ്. അത് മതി, അല്ലെ പ്രശസ്തി ഒന്നും വേണ്ട, നല്ല വേണ്ട. റസൂലുള്ള പറഞ്ഞ വാക്കാണ്. നമുക്ക് കിട്ടുന്ന സമ്പാദ്യം അയൽവക്കക്കാരെ കൂടെ സഹായിക്കണം.
ഒരിക്കലും സഹാബി റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ്, അയ്യുൽ ഇസ്ലാമി അഫ്ളലു യാ റസൂലല്ലാഹ്. അത് പറഞ്ഞപ്പോൾ ഈ മുസ്ലിം എഴുന്നേറ്റ് പോകണം പോവാ. അത് പറഞ്ഞപ്പോൾ അങ്ങനെ മുങ്ങുന്നു. അണ്ണാ ചൂടിനോട് തിരിച്ചു വേണ്ട, അത് അതിനോട് അത് കാറ്റിനോട് കിട്ടുന്നില്ല, കുറച്ചുകൂടെ. അയ്യുൽ ഇസ്ലാമി അഫ്ളലു യാ റസൂലല്ലാഹ്. നബിയെ, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണ് നബിയെ? ഇസ്ലാമിലെ ശ്രേഷ്ഠമായ കാര്യം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകി, ഇദ്ഖാലു സുറൂരി ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ നിങ്ങൾ സന്തോഷം ഇട്ടുകൊടുക്കണേ. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കർമ്മം ഇസ്ലാമിലുള്ള സ്വഭാവം. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വീട്ടിലും എപ്പോഴും നല്ല സന്തോഷമാണ്, നല്ല സമാധാനമാണ്. പക്ഷെ അയൽവക്കത്തുള്ള നമ്മുടെ കുടുംബത്തിൽ അവൻ ഗൾഫിലാ. നമ്മളൊക്കെ വിചാരിക്കും അല്ല, മീഡിയം ലെവലുള്ള ആളുകളുണ്ട്, നമ്മൾ അവരെ പരിഗണിക്കൂല. അവർ ഗൾഫിലായിരിക്കും, പക്ഷെ ആ കുട്ടിയുടെ ഫീസ് അടച്ചിട്ട് ദിവസങ്ങളായി, അവര് വീട്ടിൽ ഇറച്ചി വാങ്ങിയിട്ട് ദിവസങ്ങളായി. നമ്മൾ അവരെ ഒന്നും പരിഗണിക്കൂല, നമ്മൾ അവരെ അന്വേഷിക്കൂല. അവൻ ഗൾഫില് 2 വർഷമായി ഗൾഫിൽ പോയിട്ട് ഇന്നും 1 രൂപ പോലും വീടുകളിൽ പൈസ അയക്കാത്ത എത്രയോ പേരെ എനിക്കറിയാം. പക്ഷെ പേര് ഗൾഫുകാരൻ, പേരായി പോയി. എന്നാൽ ഈ നാട്ടില് മീൻ കച്ചവടക്കാരൻ എന്ന് പറയും, ഇറച്ചി കച്ചവടക്കാരൻ എന്ന് പറയും, നല്ല ഫുലൂസ. പക്ഷെ അവരെ കാണുന്നത് പാവപ്പെട്ടവരായിട്ടായിരിക്കും അവരെ കാണുന്നത്. ആ പാവപ്പെട്ട മീൻ കച്ചവടക്കാരനാണ് അല്ലാഹു അക്ബർ, നല്ല ഫുലൂസാണ്. രാവിലെ ഒരു വെട്ടി ഇറങ്ങി ഒന്ന് കറങ്ങിയെല്ലാം കഴിഞ്ഞ് എല്ലാ ചിലവിലും 2000 രൂപ കുറഞ്ഞത്. എൻ്റെ ഒരു ചെറിയൊരു കണക്ക് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 11 മണിയാകുമ്പോൾ പണി കഴിഞ്ഞ് പിന്നെ സന്ധ്യ കച്ചവടത്തിന് വേറെ ഒരു 1500 രൂപ മിച്ചം കിട്ടും. 3500 രൂപ, 10 ദിവസം 35,000 രൂപ. ഒരു മാസം ആകുമ്പോഴത്തെ ശമ്പളം എത്രയായി? 1,27,500 രൂപ. പൊതുവെ പറയുകയാണ് നല്ല വർക്കത്ത് ചെയ്യട്ടെ, നല്ല കച്ചവടം. കച്ചവടം പഠിപ്പിക്കില്ല, വേണ്ട, ഞാൻ പഠിപ്പിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ വലിയ ബർക്കത്താണ്, വലിയ ബർക്കത്താണ്. പ്രവാചകന്മാരുടെ ഒക്കെ കച്ചവടം എന്തൊക്കെയാണെന്ന് അറിയോ? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യക്കാരനായിരുന്നു, ടൈലറായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മേശരിയായിരുന്നു. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മെക്കാനായിരുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആശാരിയായിരുന്നു. കാന നജ്ജാറൻ, ആശാരി, വലിയ കപ്പലുണ്ടാക്കി ആശാരിയായിരുന്നു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി അലൈഹി സ്വലാം, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലപ്പണിക്കാരൻ, കാന ഹദ്ദാദൻ, കൊല്ലപ്പണിക്കാരനായിരുന്നു. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റാഇൽ ഗനം, ആടിനെ മേയ്ക്കുന്ന ആളായിരുന്നു. സാരിഅൻ, കർഷകനായിരുന്നു. അത്ര വലിയ നമ്മളെ കൊണ്ട് പറ്റുമോ ഈ പണി? ഏതെങ്കിലും നമ്മൾ എടുക്കുന്നവരുണ്ടോ? കൊല്ലപ്പണിക്കാരനായ ഏത് മുസ്ലിമുള്ള കൊല്ലപ്പണിക്കാരൻ? അശോകന്റെ ആലയെ കൊണ്ടുപോകണം, ഒരു കത്തിരാവണമെന്നുണ്ടെങ്കിൽ ഏത് മുസ്ലിങ്ങളുണ്ട് കൊല്ലപ്പണി എടുക്കുന്നത്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ഇരുമ്പിനെ വെറും ഈസിയാക്കി മെഴുകാക്കി അല്ലാഹു കൊടുത്തു. അതിന് പണിയെടുത്തത് നമ്മൾ ചിന്തിക്കണം. ഇവരൊക്കെ കച്ചവടം ചെയ്ത് ജീവിച്ചവരാ. പ്രവാചകന്മാരാന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരുന്നവരൊന്നുമല്ല, ഉമ്മത്തികളുടെ കാത്രം മാത്രം നോക്കിയവരല്ല. അവർ അധ്വാനിച്ച് പണമുണ്ടാക്കിയിട്ടാണ് തന്റെ കുടുംബത്തെ അവർ പോറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട് മേയ്ക്കുമായിരുന്നു. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ആടുമാട് ഒട്ടകങ്ങൾക്ക് പുല്ല് പറിച്ചിട്ട് കൊടുക്കുമായിരുന്നു. നബിതങ്ങൾ കറക്കുമായിരുന്നു, ഒട്ടകത്തെ കറക്കും, ആടിനെ കറക്കും. നബീന റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ ഒരു ജോലി ഇന്ന് നമ്മൾ ആരെങ്കിലും ഈ പറയപ്പെട്ട ഒരു ജോലി ചെയ്യുന്നുണ്ടോ? ഒരാശാരി എന്ന് പറഞ്ഞ ആരാ? മുസ്ലിമോടെ ആശാരിയുള്ള, മുസ്ലിമോടെ മേശരിയുള്ള. ചിലപ്പോ 1 2 അവിടെ ഇവിടെ തെറ്റി തെറിച്ചും കാണും. ബാക്കി മുഴുവനും മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ള മതക്കാരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. ഒരു മീൻ കച്ചവടോ അല്ലെങ്കിൽ ഒരു ഇറച്ചി കച്ചവടോ ചെറുതായിട്ട് നമ്മൾ കാണണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ ബർക്കത്തുള്ള ഒരു കച്ചവടമാണതല്ല, വലിയ ബർക്കത്താണ് അതിനകത്ത്.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇദ്ഖാലു സുറൂറിൽ മുഅ്മിനി ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സന്തോഷമിട്ട് കൊടുക്കലാണ് ശ്രേഷ്ഠമായ കർമ്മം. അപ്പൊ ഒരു പാവപ്പെട്ട ഒരുത്തൻ എങ്ങനെയാണ് വമാ ഇദ്ഖാലു സുറൂറി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ സന്തോഷമിട്ട് കൊടുക്കുന്നത് നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൻഫീസു ഖുർബതിഹി വഖളാഉ ഹാജതിഹി, അവന്റെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണം, അവന്റെ പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കണം, അവന്റെ ഹാജത്തുകൾ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം, അവന്റെ കടമിടപാടുകൾ നമ്മളോട് ഇടപെട്ട് അത് വീട്ടിൽ കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് ഈ കടത്തിന്റെ പേരിലാണ്. അത്ത കുറെ കടം എടുത്തിട്ട് പോകും, അത്ത മരിച്ചുപോയി, ഒരുപാട് കടങ്ങളുണ്ട്. ഈ കടങ്ങൾ ആര് വീട്ടും? നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ സഹോദരങ്ങളാണ്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവനെ വേദനിപ്പിക്കരുത്, അവനെ പരിഹസിക്കരുത്, അവനെ ആക്ഷേപിക്കരുത്, അവനെ അധിക്ഷേപിക്കരുത്, അവനോട് അക്രമം ചെയ്യരുത്. ഇത് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ ഓർക്കണേ, ആ മുസ്ലിമിന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ അത് കൈകാര്യം ചെയ്യേണ്ടത് അടുത്തുള്ള മുസ്ലിം സഹോദരങ്ങളാണ്. അതിന്റെ അർത്ഥം അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു സഹോദരന്റെ അണ്ണനോ തമ്പിയോ ആണ്. തമ്പിക്കൊരാവശ്യം വന്നാൽ അണ്ണൻ സഹായിക്കണം, അണ്ണനൊരാവശ്യം വന്നാൽ തമ്പി സഹായിക്കണം. അതാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അങ്ങനെയാണല്ലോ, അവരെ സഹായിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അവരുടെ ഹൃദയത്തിൽ നമ്മൾ സന്തോഷമിട്ട് കൊടുക്കണേ. നബിയുനാ റസൂലുള്ളാഹി സന്തോഷിച്ചു കൊടുക്കണം. എപ്പോഴും അവർ നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന പോലെ അവരും ഹാപ്പി ആകണം. അവർ അൺഹാപ്പി ഫാമിലി ആകാൻ പാടില്ല. നമ്മൾ ഇറച്ചി കഴിച്ചു, നമ്മൾ അടുത്ത പ്രാവശ്യം നോക്കണം അവരെ വീട്ടിൽ ഇറച്ചി ഉണ്ടോ. കുറെ നാളായല്ലോ കുട്ടികള് എന്താ നല്ലൊരു റാഹത്തിലുള്ള നമ്മുടെ കുട്ടികളൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമ്പോൾ അതെന്താ സുബൈറിന്റെ മോൻ അങ്ങനെ നടക്കുന്നത്, എന്താ അവളുടെ മോൾ എന്താ പഴയ ഡ്രസ്സ് പോലെ എന്തോ ഒരു വിഷയമുള്ള ഒരു വാട്ടം ഉണ്ടോ മുഖത്ത്, ഒന്ന് അന്വേഷിച്ചു നോക്കണം. ഗൾഫിലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്ന് അന്വേഷിക്കണം. എന്താണ് പ്രശ്നം? കുറെ കടവായി പോയി, അത്താക്ക് കടം അടയ്ക്കാൻ പറ്റുന്നില്ല, കുറെ ലോൺ എടുത്തു പോയി, വേറെ ഇനി മാർഗമൊന്നുമില്ല, എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടെ, ആകെ ടെൻഷനാണ്, ജപ്തി നോട്ടീസ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ എന്തിന് അല്ലാഹു തആല എന്തുകൊണ്ടാണ് ഇസ്ലാം സക്കാത്ത് നിർബന്ധമാക്കിയത്? സ്വാഭാവികമായിട്ട് ഒരാൾ എടുത്തുപോയി കടത്തിൽ കുടുങ്ങിപ്പോയി, എങ്ങനെയെങ്കിലും അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് അടുത്ത മുസ്ലിമിന്റെ ബാധ്യതയാണ്. നമ്മൾ സുഖലോലുപനായി ജീവിച്ച് അവൻ നാളെ കടക്കാരനായി മരിച്ചു പോയിട്ട് പടച്ചവനെ, എന്റെ തൊട്ട അയൽപക്കത്തുള്ളവൻ കോടി കൊണ്ട് അവൻ തിരുമറ നടത്തി ജീവിച്ചിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്നാൽ അവൻ അല്ലാഹുവിന് സമാനം പറയും. അവൻ തടിയൂരും, നമ്മൾ കുടുങ്ങിപ്പോന്ന ആളെ, നമ്മൾ നാളെ കുടുങ്ങും. അതിനാണല്ലോ അല്ലാഹു തആല ഖുർആനിൽ നിങ്ങൾ എവിടെ നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ടോ അല്ലാഹു അവിടെയെല്ലാം സക്കാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നിസ്കരിച്ചത് കൊണ്ട് നോമ്പ് പിടിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കൂല. അവൻ പാവപ്പെട്ടവന്റെ ആ കണ്ണുനീര് ഒപ്പാത്തിടത്തോളം കാലം അവന്റെ ഇബാദത്ത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. മൂന്ന് കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. മൂന്നായിട്ട്. ഒന്ന്, അല്ലാഹുവിനെ അനുസരിക്കണേ, റസൂലിനെ അനുസരിക്കണേ. ഫമൻ അതാ അല്ലാഹ വലം യുതിഇർ റസൂല ലം യുഖബൽ മിൻഹു, ഒരാൾ അല്ലാഹുവിനെ വഴിപ്പെട്ടു അനുസരിച്ചു, റസൂലുള്ളാഹി തങ്ങളെ അനുസരിച്ചില്ല, ഫലം യുഖബൽ മിൻഹു, അവന്റെ ഒരു കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയില്ല. രണ്ടാമത്തെ ആയത്ത്, അഖീമുസ് സ്വലാത്ത വആത്തുസ് സകാത്ത്,
നമസ്കാരം നിലനിർത്തണേ, സകാത്ത് കൊടുക്കണേ. ഫമൻ സ്വല്ല, ഒരാള് നമസ്കരിച്ചു, ഫലം യുഅദ്ദി സകാതഹു, അവന്റെ സകാത്തിന്റെ വിഹിതം അവൻ കൊടുത്തില്ല, ലം യുഖ്ബൽ മിൻഹു, അവന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. സമ്പന്നന്മാരെയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. അല്ലാഹ് നമുക്ക് സമ്പത്ത് തന്നു, നിസ്കരിക്കാം, അവന്റെ സക്കാത്ത് അവൻ കൊടുക്കുന്നില്ല, അവന്റെ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കൂല. 3 അനിഷ്കുർലി വലിവാലിദൈക്, മാതാപിതാക്കളെ നിങ്ങൾ ആദരിക്കണം, അനുസരിക്കണം, നന്ദിയുള്ളവരാകണം. അതേപോലെ അല്ലാഹുവിനോട് നിങ്ങൾ നന്ദിയുള്ളവരാകണേ. ഫമൻ ശക്കറല്ലാഹ ഫലം യശ്കുർ ലിവാലിദൈഹി ലം യുഖ്ബൽ മിൻഹു, ഒരാള് അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചു, മാതാപിതാക്കളോട് നന്ദിയുള്ളവരായി, അല്ലാഹു അവന്റെ അമല് സ്വീകരിക്കൂല. ഒരാള് അല്ലാഹുവിനോട് നന്ദിയുള്ളവരായി മാതാപിതാക്കളോട് നന്ദികേട് കാണിച്ചവനായി, ലം യുഖ്ബൽ മിൻഹു, അവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. ഇച്ചി ബാസോടെ കുറയടാ, ഇച്ചിരി ബാസ് കുറച്ചു നല്ലപോലെ മനസ്സിലാക്കണം. ഒരാള് അല്ലാഹയെ അനുസരിച്ച് മാതാപിതാക്കളെ അനുസരിച്ചില്ല, പോയി അവന്റെ ഒരു അമല് സ്വീകരിക്കൂല. 5 നേരം ഭയങ്കര നിസ്കാരമാണ്, ഭയങ്കര ഇബാദത്താണ്, മാതാപിതാക്കളെ അവൻ തിരിഞ്ഞു നോക്കൂല, അവരോട് ഒരു ഉത്തരവാദിത്വവും ഇല്ല, ഒരു കടമയുമില്ല, ബാധ്യതയില്ലാത്ത പോലെ. ഫലം യുഖ്ബൽ മിൻഹു, മോനെ നിന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട. വെറുതെ പറയല്ല, അതീതല്ല ഇത്, ഓതിട്ട് പറയാണ്. നമ്മൾ കുറേ ഇങ്ങനെ ചാടിക്കുടിച്ചൊക്കെ ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. ചെയ്യുന്ന അമലുകൾ കൊണ്ട് ഗുണമുണ്ടോ ഇല്ലെന്നുള്ള ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് നമ്മൾക്ക് എപ്പോൾ നമ്മൾ സക്കാത്തിന്റെ വിഹിതം നമ്മുടെ കയ്യിലുണ്ടോ അത് നമ്മുടെ ഹക്കല്ല, അത് മറ്റുള്ളവരുടെ ഹക്ക. കൊടുത്തേക്കണം. അത് നമ്മുടെ സമ്പത്തോട്ട് കൂട്ടിക്കഴിക്കരുത്. നമ്മൾ ഒരു ടേൺ ഓവർ, നമ്മളൊരു കണക്ക് നോക്കണം. കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ എന്റെ വിറ്റുവരവ് അല്ലാഹുവേ പടച്ചവനെ 1 കോടി രൂപയാണ്. 1 കോടി രൂപയാണ് വിറ്റുവരവ് ഞാൻ നടത്തി. അപ്പൊ എത്ര രൂപ ലാഭം കിട്ടിക്കാണ്? ആ 1 കോടി രൂപയിൽ നിന്ന് 2.5 ലക്ഷം രൂപ നീ മാറ്റിവൈ. 50 ലക്ഷമേ ഉള്ളൂ, 1.25 ലക്ഷം രൂപ നീ മാറ്റിവൈ. 10 ലക്ഷം രൂപ ഒരു വർഷം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇങ്ങനെ കറങ്ങി പടച്ചവനെ, എന്റെ കയ്യിലുണ്ടായിരുന്ന ഈ 10 ലക്ഷം രൂപ 25,000 നീ മാറ്റിവെക്കേ. ഹക്കീം മുസ്ലിം വാടേ, നീ വാ. നിങ്ങളെ നാട്ടുകാരെ ആദരിച്ച് വിളിക്കുമ്പോൾ പിന്നെ നമ്മള് സുഹൃത്തുക്കളെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വെള്ളമൊക്കെ വരട്ടെ. അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കണം. നല്ലപോലെ ഇരിക്കുന്നവർ ആയത്തായിട്ടുണ്ട് ചിന്തിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് എന്തിനാ ഈ കിടന്ന് ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നത്? വന്നിരുന്നെണ്ണം ഇരിക്കണം. ഇപ്പൊ കല്യാണം എല്ലാം കഴിച്ചു, മക്കളെ കടിച്ചില്ലേ? ഇനിയിപ്പോൾ എന്ത് റാഹത്തായിട്ട് അങ്ങോട്ട് ഇരിക്കുന്നത് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വന്ന് സ്നേഹിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അവിടെ മുണ്ടാണ്ട് അവിടെ ഇരിക്കും. നമ്മളെല്ലാ സ്ഥലത്തും പോയി പെണ്ണുങ്ങളുടെ മുന്നിൽ ഇരുന്ന് പ്രസംഗിച്ച് നാണെല്ലാം പോയി. ഇപ്പം അതുകൊണ്ട് ഇതുപോലെ എവിടെ വേണേലും പോയിരുന്ന് പ്രത്യേകിച്ച് ചൂടില്ല, ചൂടാകുമ്പോൾ ഒഴിക്കണം കേട്ടോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന സത്യവിശ്വാസികൾക്ക് നിങ്ങൾ സന്തോഷം ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ ഈ സാധു സംരക്ഷണം കൊണ്ടുള്ള ഗുണമാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസംഗിക്കല്ല, നമ്മുടെ എല്ലാവരുടെ ഹക്ക് ബാധ്യതയാണ്. ഇത് ചില ചെറുപ്പക്കാരുടെ മാത്രം ഉത്തരവാദിത്വം പോലെ നമ്മൾ കാണും. വേറെ ആരും ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ ചിലരുടെ മാത്രം ചെറുപ്പക്കാർ. നമ്മുടെ കസേരൊക്കെ ഒഴിഞ്ഞോട്ടെ, പൊളിഞ്ഞോട്ട് പോകാം. ഇതാ ഇവിടെ ഇരിക്കുന്നല്ലേ, രണ്ടെണ്ണം ചേർത്തിട്ടേക്കുന്ന 3 എണ്ണം അടിയിലോട്ട് കിടക്കുന്ന അങ്ങോട്ട് എടുത്തു കൊടുക്കും. ഇല്ല അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. ഇരുന്ന് കേൾക്കി. ഒരു 9 ആകുമ്പോൾ നമുക്ക് പോയേക്കാം ഇൻഷാ അല്ലാഹ്. 9 ആകുമ്പോൾ നിർത്തണം. പെണ്ണുങ്ങൾക്ക് റമദാന് മുമ്പ് കുറേ സീരിയൽ കഥ തീർക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് തീർത്ത് തൗബ ചെയ്യാനുള്ളതാണ്. അപ്പോൾ 9 ആകുമ്പോൾ വിട്ടെങ്കിലേ ഒരു പണി നടക്കത്തുള്ളൂ. നമ്മൾ കൂടുതൽ പിടിച്ചോണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മൾ കച്ചവടം ചെയ്യുന്നത് 3 കാര്യത്തിലാണ്. 1, നമ്മൾ യാചിക്കാൻ പാടില്ല. 2, നമ്മുടെ കുടുംബത്തെ പോറ്റണം. 3, അയൽവക്കക്കാരെ കൂടെ പരിഗണിക്കണം. അപ്പൊ നമുക്ക് 1000 രൂപ കിട്ടിയ 100 രൂപ അവർക്ക് വേണ്ടി മാറ്റി വെക്കണം. അതാണ് എൻ്റെ ഒരു തർത്തീബ്. യഥാർത്ഥത്തിൽ അന്വേഷിക്കണം, കയറിയിറങ്ങണം. ഈ സംഘടനക്കാർ കയറിയിറങ്ങണം. ഓരോ വീട്ടുതോറും പക്കാത്തോണ്ട് അണ്ണന്റെ പൈസ വേണ്ട, മറ്റയുടെ പൈസ വേണ്ട, അത്തയുടെ പൈസ വേണ്ട. ഈ കടമിടപാടുകളൊക്കെ ഉള്ളവരെ നമ്മളൊന്ന് സഹായിക്കണം.
ആശുപത്രിയുടെ പ്രശ്നം വന്ന് കടമായി, വീടിന്റെ പ്രശ്നം വന്ന് കടമായി പോയി, ലോൺ എടുത്തു പോയി, കുടുങ്ങിപ്പോയതാണ്. തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാത്ത സുഖമില്ലാതെയായി, ആശുപത്രിയിൽ ഒരുപാട് പൈസയായി. എങ്ങനെയാണ് കടം വീട്ടുക എന്നറിയാതെ വല്ലാത്ത വിഷമത്തിലാണ്. അങ്ങനെയുള്ള കുടുംബക്കാരെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റെടുത്ത് അവരുടെ കണ്ണുനീരൊപ്പൽ ഏറ്റവും വലിയ സദഖയാ. പള്ളിക്കകത്ത് തസ്ബീഹും പിടിച്ച് ഖുർആൻ ഓതി ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമായ കർമ്മമാണ് ഒരു സാധുവായ സഹോദരന്റെ കണ്ണുനീര് ഒപ്പിയെടുക്കുക എന്നുള്ളത്. ഏറ്റവും വലിയ കർമ്മമാണത്, ഏറ്റവും വലിയ കർമ്മം. ഇഅ്തികാഫിരിക്കുന്ന വലിയ സവാബാണ്. പൈസയുടെ ഇടപാട് മാത്രം നമുക്ക് പറ്റൂല ഉസ്താദെ, ബാക്കി എന്ത് വേണേലും ഒക്കെ. എത്ര തസ്ബീഹ് ചൊല്ലാം, 10 ഖത്ത് ഓതാം, 1 കോടി സ്വലാത്ത് ചൊല്ലാം, 2 ലക്ഷം ഇസ്തിഗ്ഫാർ ചെയ്യാം. ഫുലൂസ് കൊടുക്കുന്ന കാര്യം മാത്രം പറയല്ലേ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഊപ്പർവാല പറഞ്ഞതാണ്. ഞാൻ പറയല്ല, എനിക്കങ്ങനെ പോലീസ് തരാനോ അല്ലെങ്കിൽ ഞാൻ പോലീസ് കൊടുക്കാനോ അല്ല പറയുന്നത്. അല്ല പറഞ്ഞത്. എവിടെ നിങ്ങൾ നിസ്കാരത്തെ കുറിച്ച് അല്ല പറഞ്ഞിട്ടുണ്ടോ, നമ്മളോട് അല്ല പറയുന്നത് വാക്കാണ് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. الله ഉപയോഗിച്ച വാക്ക് പറ. സത്യവിശ്വാസികളെ മുത്തഖീങ്ങളാരെന്നറിയോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകത്തെ കൊണ്ടവർ വിശ്വസിക്കുന്നവരാണ്. അതായത് ഈ ദുനിയാവല്ല, നാളെ ഇവിടെ നിന്ന് മരിച്ചു പോകേണ്ടവരാണ്. ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയാൽ നാളെ ഒരു ലോകത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ നിനക്ക് വിചാരണയുണ്ട്. അവിടെ നീ 40,000 വർഷം സൂര്യന്റെ അടിയിൽ നീ വിചാരണയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടി വരും കേട്ടോ. അപ്പോൾ അല്ലാഹുവിന്റെ വിധി വരും. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ. ഒന്നുകിൽ നീ സ്വർഗ്ഗത്തിലേക്കാണ്, അല്ലെങ്കിൽ നീ നരകത്തിലേക്കാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം. അപ്പൊ അല്ലാഹു പറഞ്ഞത് ആ അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവർ ആരാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വ യുഖീമൂന സ്വലാഹ. അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. അങ്ങനെ പേടിയുള്ളവരാണ് നിസ്കരിക്കുന്നത്. ആഖിറ ഉണ്ടെന്നൊരു പേടി, അല്ലാഹ് ഉണ്ടെന്നൊരു പേടി, ആഖിറ ഉണ്ടെന്നൊരു പേടി. ആചാര്യൊരു കസരിട്ടോട് ആഖിറ ഉണ്ടെന്നൊരു പേടി, അല്ലാഹ് ഉണ്ടെന്നൊരു പേടി. അങ്ങനെയുള്ളവർക്ക് അല്ലാഹ് പറഞ്ഞൊരു മറുപടിയാണ് الذين يؤمنون بالغيب ويقيمون الصلاة. അല്ലാഹ് ഉണ്ടെന്ന് ആർക്കെങ്കിലും പേടിയുണ്ടോ, വിശ്വാസമുണ്ടോ? അവർ നമസ്കാരം നിലനിർത്തും. അവർ നമസ്കാരം നിലനിർത്തും. ആര് നമസ്കാരം നിലനിർത്തിയോ അല്ലാഹ് പറയാണ് അതോടുകൂടി നിന്റെ പണി തീർന്നിട്ടില്ല. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹ് ഉപയോഗിച്ച് വാക്കുണ്ടോ? നീ ഉണ്ടാക്കിയത് കൊറാന്നല്ല അല്ലാഹ് പറഞ്ഞത്. അതാണ് പോയിന്റ്, പഠിച്ചു വെച്ചോ. നീ ഉണ്ടാക്കിയത് കൂടെ തന്നെ പറഞ്ഞത്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം നിനക്ക് തന്നത് നീ ചെലവ് ചെയ്യണേ. അള്ളാന്റെ വാക്കതാണ്. ആരാ നമുക്ക് തന്നത്? സൈനുദ്ദീനാണോ, ഹസനാരാണോ, ഹസനപ്പാണോ നമുക്ക് ഫുലൂസ് തരുന്നത്? ആരാ കൊണ്ടുവന്നത്? വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയത് അവര് ചെലവ് ചെയ്യണേ. യുൻഫിഖൂൻ. വആതൂഹും മിമ്മാ ലില്ലാഹി അല്ലദീ ആതാകും. നാം നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യണേ, കൊടുക്കണേ. അതാണ് അല്ലാഹ് പറഞ്ഞ വാക്കാണ്. അല്ലാഹ് പറഞ്ഞ വാക്കതാണ്. ഞാൻ തന്നത് നീ കൊടുക്കണം, നീ തന്നൊന്നും നിന്റെ ഒന്നും വേണ്ട. കാറൂം പറഞ്ഞത് എന്താ? കാറൂം പറഞ്ഞത് എന്താ? ഞാൻ ഉണ്ടാക്കിയത് എന്തിനാ കൊടുക്കാൻ പോണത്? ഞാൻ ഉണ്ടാക്കിയത്. കാറൂം പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയത്. ഇതൊന്നും കൊടുക്കാൻ പറ്റൂല. എല്ലാം എന്റെ കഴിവ് കൊണ്ട്, എല്ലാം എന്റെ കഴിവ് കൊണ്ട് ഞാനാണ് ഇതുണ്ടാക്കിയതെന്ന് ഖാറൂൻ അഹങ്കരിച്ചു. കുറെ നാള് അള്ളാഹു ജീവിക്കാൻ അവസരം കൊടുത്തു. അങ്ങനെയൊക്കെ പറയുന്നവർക്ക് അങ്ങനെ കിട്ടുക.
പള്ളിക്കാർ വന്നു അല്ലെങ്കിൽ സംഘടനക്കാർ വന്നു, ഒരു 10 കിറ്റ് വേണം, ഒരു സാധുവിനെ സഹായിക്കണം, ഒരു രോഗിയായിട്ട് കിടക്കുന്നു, ഒരാൾക്ക് ഒരു വീടില്ല, അയാൾക്ക് ഇച്ചിരി കടമുണ്ട്, നിങ്ങളൊന്ന് സഹായിക്കണേ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ പണി നോക്കിപ്പോടെ ഞാനിവിടെ കുറഞ്ഞ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് കേൾവി കുറച്ച് ഇയാൾക്ക് ഉണ്ടാക്കാനാണോ? ഇവർ വേറെ ആളുകൾക്ക് പോയി നോക്കി എടുത്തില്ല, എന്നാൽ വേണമെങ്കിൽ വന്നില്ല, എന്നാൽ ഒരു 500 രൂപ വെച്ചോ. ഒരു 50 JCB കാറിൻ്റെ അടുത്ത് ഞങ്ങളൊരു പിരിവിന് മദ്രസയുടെ കാര്യത്തിൽ 500 രൂപ എടുത്താണ്, 50 JCB. അപ്പം ഞങ്ങൾ എന്നിട്ട് അവനെ കുറേ പ്രാരാബ്ദം പറിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞേ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നാളെ ഒരു പെട്ടിയോട്ടയിൽ നിങ്ങൾക്ക് 2 മാസത്തേക്ക് ജീവിക്കാനുള്ള അരിയും സാധനമായിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങ് പോയി. ഹക്ക് പറയാം, തിരുവനന്തപുരത്ത് എൻ്റെ പ്രാരാബ്ദം കേട്ടപ്പോഴേ 50 JCB ഉണ്ട്. 50 JCBയുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് അറിയണ്ട, അള്ളാഹുവിൻ്റെ എല്ലാം ഞാൻ മാന്തി പറിച്ചെടുക്കലാണ്. എന്നിട്ട് ലാസ്റ്റ് തൗബായും ചെയ്ത് ഇങ്ങനെ പോകും, അള്ളാഹുവേ ഒത്തിരി പേരെ ഞാൻ മാന്തിയിട്ടുണ്ട്, നീ പൊരുത്തപ്പെട്ടറിഞ്ഞ ആ ബക്കറ്റ് ഇങ്ങനെ വെച്ചോണ്ടല്ലേ പോണം ലാസ്റ്റ് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹ് അത് ഒരുപാട് പേരെ ഞാൻ മാന്തിയതാ, നീ പൊരുത്തപ്പെട്ട് തന്നെ അടച്ചനെ തൗബ ചെയ്തോണ്ടാ പോകുന്നത്. JCBയുടെ പരിപാടി അതാ, മൊത്തം മാന്തി എടുക്കാൻ നല്ല സംഭവം. അവൻ്റെ പ്രാരാബ്ദം കേൾക്കണം. ഒരു ദീനിന്റെ കാര്യം പറയുമ്പോൾ മാത്രം, ദീനിന് കൊടുക്കാൻ പറയുമ്പം, അള്ളാഹ് കൊടുക്കാൻ പറയുമ്പോൾ ഇവനൊക്കെ ഈ പ്രാരാബ്ദം പറിച്ചില്ല ജോലി. അളിയ അടുത്ത മാസം 15-ാം തീയതി വേടനെ കൊണ്ടുവരുന്നുണ്ട്, എന്തെങ്കിലും 10 രൂപ എഴുതിക്കോ, പക്ഷെ എന്നെ ഫ്രണ്ടിൽ ഇരുത്തണം, എന്നെ ഫ്രണ്ടിൽ ഇരുത്തണം കേട്ടോ. 10 രൂപ എഴുതിക്കോ, ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ സഹായിച്ചുതരാം. അങ്ങനെ ഇതാണ് നമ്മുടെ അവസ്ഥ. ദീനിന്റെ കാര്യം പറയുമ്പോൾ പ്രാരാബ്ദം. എൻ്റെ പള്ളിയിലെ കഞ്ഞിക്ക് ശരിയാ, കഴിഞ്ഞ വർഷം കഞ്ഞി കൊടുത്തളി, ഈ പ്രാവശ്യമൊക്കെ ഒന്നുമില്ല അളിയ, ഒന്നുമില്ല. എനിക്കാര് കഞ്ഞി വരുമെന്നും പറഞ്ഞ് ഞാനിരിക്കുന്നത്. എന്തിനാ സുഹൃത്തുക്കളെ ഇങ്ങനെ ഈ പ്രാരാബ്ദം? ഒരാൾ നമ്മുടെ മുന്നിലേക്ക് ദീനിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി വന്ന് ചോദിച്ചാൽ വെറും കൈയോട് അവനെ പറഞ്ഞു വിടണ്ട, എന്തെങ്കിലും കൊടുത്ത് നീ സന്തോഷത്തോടെ പറഞ്ഞു വിട്. ഒന്നുമില്ലയോ, നല്ല സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞവനെ വിട്. ഇൻഷാ അല്ലാഹ് അളിയാ നോക്കളിയാ, ഇൻഷാ അല്ലാഹ് ഒരു അടുത്ത മാസം ഒരു ലോഡ് വരാറുണ്ട്, വരട്ടെ, എന്തെങ്കിലുമൊക്കെ കിട്ടും, പിന്നെ അതവിടെ എത്തിച്ചേരാം. ഒരു നല്ല വാക്ക് കിട്ടുന്നോ കിട്ടാതിരിക്കുന്നു. അപ്പൊ അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് നമ്മൾ ആർക്ക് ചെലവാക്കണം? സാധുക്കൾക്ക് ചെലവാക്കണം. ഇതിനാണല്ലോ നമുക്ക് ഈ പണം തന്നത്. അല്ലെങ്കിൽ അള്ളാഹ് എല്ലാരെയും കൂടെ പൈസക്കാരനാക്കിയാൽ പോലെ, അള്ളാഹ് എല്ലാരെയും പൈസക്കാരനാക്കിയാൽ മതിയല്ലോ. അപ്പൊ ഒരു കടക്കാരൻ, നമ്മളിപ്പോ ഞാനൊരു നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്, നമ്മുടെ സഹോദരിമാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കടമൊക്കെ വാങ്ങി കൂട്ടുന്നതിനകത്തൊന്നും ആർക്കും ഒരു പേടിയില്ല. ഏത് കാര്യം എടുത്താലും കടം, ഒരു ഫോൺ എടുത്താലും കടം, EMI. പിന്നെ അവസാനം എൻ്റെ അമ്മ എന്നാ വിളിച്ചു നടക്കുന്നത്, അടയ്ക്കാൻ പറ്റില്ല. പിന്നെ അവൻ്റെ അത് കറക്റ്റ് തന്നെ, ഈ അമ്മയാണ് ഇതെടുക്കാൻ പറഞ്ഞത്, അവസാനം ആ അമ്മ കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു പറ്റമ്മ ഇല്ലാതെയായി, എൻ്റെ അമ്മ ഒന്ന് വിളിച്ചോണ്ട് അവൻ നടക്കാണ്. ഇപ്പൊ ആരോടക്കാനില്ല, എല്ലാം അത് വരയ്ക്കുമോ പലിശയായി. എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് കാല് പിടിച്ച് ഞാൻ പറയാണ്, അള്ളാഹുവാണ് സത്യം, ഈ പലിശയുമായി ബന്ധപ്പെട്ട ഒരു പണിക്ക് നിൽക്കരുത് പ്ലീസ്. കാരണം നമ്മുടെ ഒരു ഇബാദത്തുള്ള സ്വീകരിക്കില്ല, അള്ളാഹ് സത്യം സ്വീകരിക്കൂലേ? ഞാനായിട്ട് പറയുന്നത് അത്രയും ഗൗരവമുള്ളത് കൊണ്ടാണ്, പക്ഷെ നമുക്കതൊരു ഗൗരവമില്ല. ഈ പലിശയ്ക്ക് പൈസ എടുത്തിട്ട് നമ്മൾ എന്ത് കച്ചവടം ചെയ്താലും അള്ളാഹുവാണ് അതിൽ ബർക്കത്തുണ്ടാവില്ല, അവൻ കൊണ്ട് അത് രക്ഷപ്പെടേയില്ല. يأتي على الناس زمان لا يبقى أحد إلا أكل الربا فمن لم يأكل من الربا أصابه من غباره أو من بخاري. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു കാലം എൻ്റെ ഉമ്മത്തിന്റെ മേൽ സംജാതമാകും, അന്ന് പലിശ തിന്നാത്തവനായി ആരും കാണൂല സഹാബത്തെ. ആരെങ്കിലും അല്ലാഹയെ പേടിച്ചിട്ട് പലിശ ഉപേക്ഷിക്കുന്നവരുണ്ടെങ്കിൽ അസാബഹു മിൻ ഗുബാരിഹി ഔ മിൻ ബുഖാരിഹി, പലിശയുടെ പൊടിയെങ്കിലും അവനെ തട്ടാതിരിക്കൂല. പലിശയുടെ പൊടിയെങ്കിലും തട്ടാൻ ഹാജിയാര് പലിശ തിന്നുമെന്ന് ഒരു പ്രതീക്ഷയില്ല. പക്ഷേ വേറെ ഒരുത്തൻ പലിശ ഇട്ട വണ്ടി കൊണ്ടുവരുമ്പം, എടാ നീ എങ്ങോട്ട് പോവാ, പള്ളി പോവാ, ഞാനും വരുന്നു, അവന്റെ ബൈക്കിന്റെ പുറകെ കയറിയുന്ന ഹാജിയാരുടെ ചന്തിയടി കൂടെ പലിശയുടെ പൊടി തട്ടും. നബിയുനാ റസൂലുള്ളാഹ് അതാ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ? നമ്മൾ പലിശക്ക് എടുത്തിട്ടില്ല. പലിശയുടെ വണ്ടിയായിട്ട് ഒരുത്തം പറയുന്നു, എവിടെ പോടാ, പള്ളിയിൽ, ഞാനും കയറി. അവൻ പലിശയുടെ വണ്ടിയിൽ നമ്മൾ കയറിയത് അടിയിൽ കൂടെ ചൂടടിക്കും.
അതാ റസൂലുള്ളാഹി പറഞ്ഞത്. ഫമൻ ലം യഅകുൽ മിന റിബ, അല്ലാഹയെ പേടിച്ചിട്ട് പലിശ തിന്നാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അസാബഹു മിൻ ഖുബാരിഹി, ആ പലിശയുടെ പൊടിയെങ്കിലും അവനെ തട്ടാതിരിക്കൂല. ഇനിയിപ്പോ നമ്മൾ ഇനി പലിശയ്ക്ക് വണ്ടി എടുക്കണ്ട, KSRTCക്ക് അറിയാലോ, പലിശയ്ക്കില്ലേ. ബുക്കും പേപ്പർ ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞൂടാ. ഗണേഷ് കുമാറിന്റെ പോയി ചോദിച്ചു നോക്കണം. ബുക്കും പേപ്പർ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. എല്ലാം കിഫ്ബിന്ന് പൈസ എടുത്താ. ഇനി അതിന്റെ ഇനി അടവ് തീർന്നെങ്കിലോ, റോഡ് ഈ 4 ലൈനൊക്കെ ഒന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ കൂടെ കയറി പോകുന്നത് ഇതെല്ലാം കടമെടുത്തിട്ടല്ലേ, പലിശയ്ക്ക് പൈസ എടുത്തിട്ടല്ലേ നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യാനല്ലേ. ഇതിപ്പോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നല്ല ചർച്ച. റസൂലുള്ളാഹി പറഞ്ഞ ഒരു കാലം വരും, അള്ളാഹയെ പേടിച്ചിട്ട്. ഇപ്പൊ തബ്ലീഗ് ജമാഅത്തിന് പോകുമ്പോഴും ഈ പലിശയുടെ മുകളിൽ കൂടെ അല്ലേ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകേണ്ടത്, അല്ലെ വേറെ അങ്ങനെ പോകും. റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ? ഫമൻ ലം യഅകുൽ മിന റിബ, അല്ലാഹുവിനെ പേടിച്ചാരെങ്കിലും പലിശ തിന്നാതിരുന്നാൽ അസാബഹു മിൻ ഖുബാരിഹി, പലിശയുടെ പൊടിയെങ്കിലും അവനെ തട്ടാതിരിക്കൂല. അങ്ങനെ ഒരു കാലം വരും നബിയുനാ റസൂലുള്ളാഹി. മീൻ കച്ചവടത്തിന് പോകുമ്പോൾ നമ്മൾ പലിശയ്ക്ക് എടുക്കല്ലേ, ദേവിച്ച് പലിശയ്ക്ക് എടുക്കല്ലേ. പലിശയ്ക്ക് പൈസ എടുത്താൽ കച്ചവടത്തിന് ബർക്കത്തില്ല, ഉണ്ടാവൂല. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ആ പൈസ കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താലും നിങ്ങൾ കഴിച്ചാലും നിങ്ങളുടെ ഒരു ഇബാദത്തും ദുആയും അല്ലാഹു സ്വീകരിക്കൂല. ഇദാ തഅബ്ബദ ശാബുൻ ഒരു ചെറുപ്പക്കാരൻ നമസ്കരിക്കുന്ന സമയം, ഇബാദത്ത് ചെയ്യുന്ന സമയം, പിശാച് തന്റെ അനുയായികളോട് പറയും, ആ പള്ളിയുടെ മൂലയിൽ നിന്ന് നിസ്കരിക്കുന്നവനെ നീ ഒന്ന് പോയി നോക്ക്, അവൻ എവിടെ നിന്നാണ് ഭക്ഷിച്ചതെന്ന് നോക്ക്. അവൻ കഴിച്ച ഭക്ഷണം, അവന്റെ പള്ളയിൽ കിടക്കുന്ന ആ മാസയത്തിൽ കിടക്കുന്ന ഭക്ഷണം അത് ഹറാമിന്റെ ഭക്ഷണമാണെങ്കിൽ അവനെ നിങ്ങൾ ഇടങ്ങേറാക്കാൻ പോകണ്ട. അവൻ നിസ്കരിച്ചോട്ടെ, അവൻ നോമ്പെടുക്കട്ടെ, അതൊന്നും അല്ലാഹുവിന്റെ കോടതിയിൽ അതെത്തൂല. കണ്ടോ ഹദീസാണ്. ചിന്തിച്ചു നോക്കി, ഒരാള് ഹറാമായ സമ്പാദ്യത്തിലൂടെ തിന്നു, അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? പോയി നിസ്കരിക്കുന്നു. അവന്റെ നിസ്കാരത്തെ കുറിച്ച് നോക്കാൻ ഇബ്ലീസ് കൂട്ടുകാരന്മാരായി ശൈത്താന്മാരെ പറഞ്ഞു വിടും. ശൈത്താൻ പോയി നോക്കുന്നു എവിടുന്നാണ് ഇവൻ തിന്നത്. അപ്പൊ നോക്കുമ്പം ഇന്നത്തെ ഹറാമായ ചാപ്പാടാണ്. എല്ലാരും പോയി അൽഫാം അടിക്കും, ഷവ്വായൊക്കെ അടിക്കും. എവ അർത്ഥതാന്ന് ആരും നോക്കുന്നുണ്ടോ? ഹലാൽ ഹലാൽ എന്ന് ബോർഡ് അച്ചായനും വെച്ചിട്ടുണ്ട്. ഹലാലെന്ന് അന്തറോസ് അവനും വെച്ചിട്ടുണ്ട്. ചാലക്കുടിക്കൂടെ പോയപ്പോൾ അവിടെ ഹലാലിന്റെ ബോർഡേ ഉള്ളൂ. എവിടെ നോക്കിയാലും ഹലാൽ, പന്നിയിറച്ചി ഹലാൽ. ഒരു മാളി കയറിയപ്പോൾ പന്നിയിറച്ചിയുടെ ബോർഡിൽ ഹലാൽ പന്നിയിറച്ചി. നല്ല രസമായിരിക്കും അത്, ഹലാൽ പന്നിയിറച്ചി. അപ്പൊ ഇതൊക്കെ ഹലാൽ എന്നൊരു അതിപ്പോ ഒരു എംബിളാക്കി വെച്ചിരിക്കുക. ഇത് ഹലാലോ ഹറാമോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഇത് ഹറാമാണെങ്കിൽ നമ്മളത് തിന്നിട്ട് നമ്മൾ നിസ്കരിക്കാൻ വന്ന ശൈത്താൻ വന്ന് സ്കാൻ ചെയ്യും. അവൻ തിന്നത് ഹറാമെന്ന് പറയും. അവനെ നമ്മളെ ഇടങ്ങാറാക്കൂല ശൈത്താൻ. അവൻ നിസ്കരിച്ചോട്ടെ, അവന്റെ ഭയങ്കര നിസ്കാരമായിരിക്കും. കൊഞ്ചിന്റെ മോഡലിൽ ഇങ്ങനെ കൊഞ്ചി നിസ്കരിക്കും, ഭയങ്കരമായിട്ട് നിസ്കരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വെറുതെ വേസ്റ്റ്. ചില ആൾക്കാർ കണ്ടോ തലയെല്ലാം കുരിച്ചുള്ള നിസ്കാരം കഴിഞ്ഞ ഉടനെ പോയി തിന്നുന്നത് മറ്റവന്റെ ഹോട്ടലിൽ നിന്നാണ്. മനസ്സിലായില്ലേ? ഭയങ്കര നിസ്കാരമാണ്. അപ്പൊ മതിയായെന്നർത്ഥം. ശൈത്താൻ ഇബ്ലീസ് ഉണ്ട്, നീ അവനെ ഇട്ട് ഇടങ്ങാറാക്കാതെ അവനെ വിട്. ആ പള്ളിയിലെ ഹത്തീവിനെടുത്തോട്ട് പോകും, അങ്ങോട്ട് പോകും, അടുത്ത ആളിലേക്ക് പിടിക്കാൻ പറയും. ഹത്തീവിന് അതുകൊണ്ടാണ് ഹലാലായി ചാപ്പണി കൊടുക്കാവ്. അതിൽ ഇച്ചിരി അംശങ്ങളൊക്കെ മാറിപ്പോയാൽ നിസ്കാരമൊക്കെ തെറ്റും. 4 5 ആവും, 5 6 ആവും, 3 4 ആവും, 2 3 ആവും. നിസ്കാരം തെറ്റും, ദുആയും തെറ്റും. അവിടെ ചാപ്പാട് കൊടുക്കുമ്പോൾ ഇപ്പൊ ചാപ്പാട് കൊടുക്കില്ല ആൾക്കാർ. ഇപ്പൊ പൈസ കൊടുക്കണം, റാഹത്തായത്. ഇനി കൊടുക്കുന്ന പൈസയും നല്ലതായിരിക്കണം. അവിടെയും പ്രശ്നമുണ്ട്. ഉസ്താദ് പോയി തിന്നോന്നും പറഞ്ഞിട്ട് കൊടുക്കുന്ന പൈസ ഹലാലാണ്. ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഒരുപക്ഷെ ഇത് കുഴപ്പമില്ല എന്നും പറഞ്ഞൊക്കെ ഇച്ചിരി പൈസ ഒക്കെ അവിടെ നിന്നൊക്കെ മറിച്ചിട്ടുണ്ടാകും. എങ്ങനെയെങ്കിലും കൊടുത്ത് തീർത്ത് അതിൻ്റെ ഇടപാട് തീർത്ത് അത് അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങിയിട്ട് ഇനി അതിലേക്ക് പോകരുത്. എനിക്കത് പറയാനാണ് ഞാൻ പറഞ്ഞു.
പൈസ കടമെടുത്തിട്ട് അത് കൊടുക്കാതെ മരിച്ചു പോയാൽ അത് ഏറ്റവും വലിയ ബാധ്യതയാണ്. കടക്കാരനായിട്ട് മരിച്ചു പോകുന്ന അവസ്ഥ എന്നറിയോ? അതാണ് ഞാൻ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, ഞങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടത് ആഖിറത്തെ കുറിച്ചാണ്. ആഖിറത്തെ കുറിച്ച് നമുക്കൊരു വിശ്വാസമില്ലെങ്കിൽ നമ്മളിവിടെ ഈ വാഴ് പറഞ്ഞിട്ടും ഇവിടെ ഒന്ന് കൂടിയിട്ടൊന്നും വലിയ കാര്യമില്ല. ഇവിടെ കൂടുന്നതിന്റെ ലക്ഷ്യമേ നമുക്ക് ആഖിറത്തിൽ ഒരു വിജയം കിട്ടാനാണ്. ആഖിറത്തിൽ ഒരു വിജയം കിട്ടാനാണ്. അവിടെ ആരും നമ്മളെ സഹായിക്കാനില്ല. ഇവിടെ നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവുള്ളൂ. ഈ സാധു സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവുള്ളൂ. ആഖിറത്തിലൊന്നും ഉണ്ടാവില്ല. മരിച്ചാൽ ഇല്ല, തീർന്നളിയ, മരിച്ചാൽ പോയി. ഇന്നൊരാൾ മരണപ്പെട്ടു, ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ നമ്മുടെ കൂടെ ഒക്കെ സഹകരിച്ച ആളാണ്. ഇന്ന് അദ്ദേഹം ഖബറിനടിയിലാണ്. നമ്മളെ പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെയൊക്കെ അവസ്ഥയിൽ തന്നെയാണ്. അല്ലാഹ് പെട്ടെന്നുള്ള മരണത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കണം. ഈ കടങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുമ്പോൾ നമ്മൾ ഓർക്കണം, ഓരോന്നിനും കിടക്കുന്ന മെത്ത കടം, കട്ടില് കടം, ഫാൻ കടം, മിക്സി കടം, മൊബൈല് കടം. ഇപ്പൊ പാണ്ടിക്കാരന്മാര് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, കുറേശ്ശെയായിട്ട്. അവന്റെ ഇങ്ങനെ വാങ്ങിച്ച് അക്ക അങ്ങ് കൂട്ടി വെക്കുകയാണ്. ഇടയ്ക്ക് അക്ക അടിച്ചു പോയ എന്ത് ചെയ്യും? ആര് വിട്ടും? മക്കള് വിട്ടുവോ? ശരി, പാണ്ടിക്കാരൻ മരിച്ചുപോയി, ഇടയ്ക്ക് പാണ്ടിക്കാരൻ 53,000 രൂപ കൊടുക്കാറുണ്ട്. അവൻ ചത്താച്ചോ? രക്ഷപ്പെട്ട, അൽഹംദുലില്ലാ. 53,000 രൂപ നാം കൊടുക്കുന്നുണ്ട്, ഇനി കൊടുക്കണ്ട. അക്ക തൗബ കോടതി കൈയിട്ടോണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. പാണ്ടിക്കാരന്റെ പൈസ കൊടുക്കാതെ ഉള്ള സ്വർഗത്തിൽ കയറ്റൂല. അവന്റെ വീട് തെങ്കാശിയിൽ പോയി കണ്ടുപിടിച്ച് ആ തെങ്കാശിയിൽ കൊണ്ടുപോയി അവന്റെ പൈസ കൊടുക്കാതെ അക്കാക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അതാണ് ഇസ്ലാം. ഭയങ്കര നിസ്കാരമായിരിക്കും, ഭയങ്കര ഇബാദത്തായിരിക്കും, ഒക്കെ സംഭവം ശരി തന്നെയാണ്. മറ്റുള്ളവന്റെ ഹക്കാണെങ്കിൽ ആ ഹക്കടപാടുകൾ തീർക്കാത്തവന് സ്വർഗത്തിന് പോകാൻ പറ്റൂല. എന്ന് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞ സംഭവം കേട്ടോ, അതീത് കേട്ടോ. ലമ്മാ കാന യൗമു ഖൈബറ, ഖൈബറിന്റെ യുദ്ധം നടന്ന സമയം. ഷഹീദ് എന്ന് പറഞ്ഞ വലിയ കൂലിയാണല്ലോ ഷഹീദ്. അക്കാമാരി കടമൊക്കെ മേടിക്കുന്ന അക്കാമാരെയൊക്കെ ഉണർത്തി വിടണേ, ഉറങ്ങാൻ സമ്മതിക്കണ്ടേ. ഇത് വരുമ്പോ ഉറങ്ങും. ഇത് ഈ അതീത് കേൾക്കുമ്പോ ഉറക്കം വരും. എന്നിട്ട് നാളെ പോകുമ്പോൾ പറയും, ഞാൻ എന്താ ഹരീത് കേക്കല്ലേ, എന്നാ അപ്പൊ ഉറങ്ങിപ്പോനുള്ള എന്നത്തുള്ള ഒരു ചൊന്നാര്. ഉടായ്പ് നടക്കാതിരിക്കും, ഇവിടെ നടക്കാൻ പറ്റില്ല. അയാളുടെ ഉണർത്താൻ പറഞ്ഞത്. ഖൈബറിന്റെ യുദ്ധസമയം റസൂലുള്ളാഹി തങ്ങളെ സഹാബാക്കളുമായിട്ട് ഇങ്ങനെ കറങ്ങും. ആരൊക്കെയാണ് ഷഹീദായത്, ആരൊക്കെയാണ് ഷഹീദായി കിടക്കുന്നതൊക്കെ നോക്കാൻ വേണ്ടി സഹാബാക്കളുമായിട്ട് ഇങ്ങനെ വട്ടം തിരിഞ്ഞിങ്ങനെ കറങ്ങുമ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം സഹാബാക്കളെ നടന്നു പോകുമ്പോ സഹാബാക്കളെ കണ്ടിട്ട് ഷഹീദാക്കപ്പെട്ട് കിടക്കുന്ന സഹാബികളെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറഞ്ഞു, ഫുലാനുൻ ഷഹീദ്. ഷഹീദായി ഷഹീദാകുന്ന ഷഹീദാക്കപ്പെട്ടവർക്ക് വൈദ്യസ്കാരമില്ല, അവർക്ക് ദുആയാണ്. തൊട്ടടുത്ത് പോയി വീണ്ടും ഫുലാനുൻ ഷഹീദ്, നബിയെ ഇദ്ദേഹം ഷഹീദായി. നബി അവിടെ നിന്ന് ദുആ ചെയ്തു. അങ്ങനെ നടന്ന് വരുന്ന കൂട്ടത്തിൽ ഒരു സഹാബി ഷഹീദാക്കി കിടക്കുകയാണ്. ആ സഹാബിയുടെ അരികിലെത്തിയിട്ട് സഹാബാക്കൾ പറഞ്ഞു, ഫുലാനുൻ ഷഹീദ്, നബിയെ ഇദ്ദേഹവും ഷഹീദായി. റസൂലുള്ളാഹി മിണ്ടുന്നില്ല. റസൂലുള്ളാഹി കേട്ട് കാണൂല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ സഹാബാക്കൾ ഓർമ്മിപ്പിച്ചു, ഫുലാനുൻ ഷഹീദ്, ഷഹീദാണ്. റസൂലുള്ളാഹി മിണ്ടിയില്ല. മൂന്നാമത് സഹാബത്ത് പറഞ്ഞു, ഫുലാനുൻ ഷഹീദ്, അല്ലാഹുവിന്റെ റസൂലേ ഇദ്ദേഹം ഷഹീദാണ്. സഹാബാക്കൾ മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലാ ഇന്നി റഅയ്തുഹു ഫിന്നാർ, ഇല്ല സഹാബത്തെ, അദ്ദേഹം നരകത്തിൽ കിടക്കുന്നത് ഞാൻ കാണുന്നു. സഹാബ, ഞാൻ കാണുന്നു, അദ്ദേഹം നരകത്തിൽ കിടക്കുന്നത് ഞാൻ കാണുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാലോ, റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയാം, റസൂലുള്ളാഹിക്ക് അറിയാം ഖബറിന്റെ ശിക്ഷ റസൂലുള്ളാഹിക്ക് കാണാൻ കഴിവുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞു. ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂർ കഫിത്നത്തുൽ ദജ്ജാൽ, നിങ്ങളെ ഖബറിൽ ശിക്ഷിക്കുന്ന എനിക്ക് കാണാൻ കഴിയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമുക്കൊന്നുമില്ല. നമുക്കെങ്ങാണ് അങ്ങനെ ഒരു കഴിവ് അല്ലാഹു തന്നിരുന്നെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങത്തില്ല. ഈ പള്ളിയൊന്നും പറയാം, 10 നില പള്ളി വേണം, ഫുൾ ടൈം പള്ളിയിലായിരിക്കും എല്ലാവരും. ദിക്റും ദുആയും സലാത്തും അല്ല, ഫുൾ നോമ്പ്. ഇത് നമ്മൾ കാണുമല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് മാത്രം അത് അല്ലാഹു അനുവാദം കൊടുത്തു, നമുക്കൊന്നുമില്ല.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇല്ല, ആ സഹാബി നരകത്തിൽ കിടക്കുന്നത് ഞാൻ കാണുന്നു. എന്താ കാരണം? ഫീ ബുർദത്തിൻ ഖല്ലഹാ, ഒരു ചെറിയൊരു പുതപ്പ്, ഒരു ജൂതന്റെ പുതപ്പ് ഖൈബറിന്റെ യുദ്ധത്തിൽ ആ സ്വഹാബി എടുത്തു വെച്ചു. ഗനീമത്തിന്റെ സ്വത്താണ്, അത് റസൂലുള്ള ഏൽപ്പിക്കേണ്ടതാണ്. ഏൽപ്പിക്കാതെ ഇദ്ദേഹത്തിന്റെ ബാഗിൽ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. ഇത് റസൂലുള്ളാഹിക്ക് ബോധം കിട്ടി. ബഹുമാനപ്പെട്ട സഹാബാക്കൾ പോയി റസൂലുള്ള പറയുന്നത് കേട്ടിട്ട് ആ ബാഗ് തുറന്നു നോക്കി. ഫഫത്തശ്നാ മതാഹു ഫവജദ്നാ ഖറസൻ മിൻ ഖറസി യഹൂദ ലാ യുസാവി ദിർഹമൈൻ, 2 ദിർഹമിന് പോലും വിലയില്ലാത്ത ഒരു കീറിയ പുതപ്പ് ഞങ്ങൾ ആ സഹാബിയുടെ പേഴ്സിൽ നിന്ന്, സഹാബിയുടെ ബാഗിൽ നിന്ന് ഞങ്ങൾ കണ്ടെടുത്തു. സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ പോയി നോക്കിയപ്പോ 2 രൂപക്ക് വിലയില്ലാത്ത ഒരു പുതപ്പ്. അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന ശംലത ലതൽതഹിബു അലൈഹി നാറാ, ആ പുതപ്പ് ആ ശരീരത്തിൽ രൂപപ്പെട്ട് നരകാഗ്നിയായി, നരകഗോളമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 2 രൂപ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ആരുടെ 2 രൂപ എന്നറിയാവോ? ജബ്ബാറിന്റെയോ സുലൈമാന്റെയോ അബൂബക്കറിന്റെയോ അല്ല, ജൂതന്റെ 2 രൂപ. അതിന്റെ അർത്ഥം എന്താ? തമിഴ്നാട്ടിലെ കന്ദസ്വാമിയുടെ തുണിയെടുത്ത് കന്ദസ്വാമിയുടെ പാത്രം മേടിച്ച് അവന്റെ നിന്ന് പൈസ കൊടുക്കുക. അവൻ കന്ദസ്വാമി, അവന്റെ സ്വത്ത് നമുക്ക് ഗനീമത്താക്കും, ഹലാലാക്കും എന്ന് പറയാൻ പറ്റൂല എന്നായി പറഞ്ഞു എന്നതിന്റെ അർത്ഥം. ഈ യഹൂദിയുടെയാണ് ഈ പുതപ്പ്. ആ യഹൂദിയുടെ പുതപ്പ് എടുത്ത് ഇദ്ദേഹം വെച്ചു. യഹൂദിയുടെ പുതപ്പ്, ലാ യുസാബി ദിർഹമൈൻ, 2 രൂപക്ക് പോലും വിലയില്ലാത്ത പുതപ്പ്. പക്ഷെ അത് എടുത്തു വെച്ചു. അതിന്റെ പേരിൽ എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? അത് നരകത്തിലാണ്, അത് നരകത്തിലാണ്, അത് കൊണ്ടുപോയേ പറ്റുള്ളൂ, അത് നരകത്തിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി അദ്ദേഹത്തിന് ദുആ ചെയ്തില്ല. അദ്ദേഹം ആ പുതപ്പ് ചുറ്റപ്പെട്ട് നരകത്തിലാണെന്ന് പറഞ്ഞു. ഇത് കേട്ടു നിന്ന ഒരു സഹാബി ഓടി വരികയാണ്. കയ്യിൽ 2 ചെരുപ്പുണ്ട്. റസൂലുള്ളാഹിയോട് പറയുന്നു, അസബത്തു ഖൈബറ, നബിയേ, ഈ 2 ചെരുപ്പ് എനിക്ക് ഖൈബറിൽ നിന്ന് ലഭിച്ചതാണ്. നേരത്തെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ, കൊടുത്തില്ല, ചെരുപ്പെടുത്തോണ്ട് പോയി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇത് നരകത്തിലേക്കുള്ള 2 ചെരുപ്പാ. കൊണ്ടുപോയിക്കോ, ഇനി ഇവിടെ വേണ്ട. പള്ളിയിൽ നിന്ന് ചെരുപ്പടിച്ച് മാറ്റുന്ന നിനക്ക് ഓർത്തോണം ഈ ഹദീസ്. ചെരുപ്പിന്റെ ഏത് പള്ളിയിൽ നിന്ന് ഏത് ചെരുപ്പ് എടുത്തിട്ടുണ്ടോ ആ നരകത്തില് ആ ചെരുപ്പ് കാണാം. അവനെയും കൂടെ നരകത്തിൽ കാണാം. 250 രൂപയുടെ ചെരുപ്പായിരിക്കും, അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. നരകത്തിന്റെ ചെരുപ്പിട്ടിട്ട് നാളെ അവിടെ വരും. നബിയുനാ റസൂലുള്ളാഹി. എൻ്റെ ജീവിതത്തിൽ ജോലി ചെയ്ത കൂട്ടത്തിൽ ചെരുപ്പിന് വേണ്ടി, കളവ് പോയ ചെരുപ്പിന് വേണ്ടി ദുആ ചെയ്തത് ഒരേ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്, ചങ്ങനാശ്ശേരിയിൽ. ഒരുത്തൻ്റെ ചെരുപ്പ് പോയി ദുആറൊക്കെ എന്നെ ഏൽപ്പിച്ച് 3000 രൂപയ്ക്ക് ഉസ്താദെ ഞാനൊരു ഷൂ വാങ്ങി ഉസ്താദെ, അത് മാരോ മുട്ടിച്ചിട്ട് ഒന്ന് ദുആ ചെയ്യണേ. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ചെരുപ്പ് മോശം. പിന്നെ ദുആ ചെയ്തു, അത് കിട്ടുകയും ചെയ്തു കേട്ടോ. അവൻ വലിയ സന്തോഷത്തോടെ 3000 രൂപ. പിന്നെ ഞാൻ ഓർക്കുന്നത് 3000 രൂപയ്ക്കൊക്കെ ചെരുപ്പുണ്ട്. അപ്പോൾ 3000 ഒന്നും അല്ല, 15,000 20,000 രൂപയുടെയൊക്കെയാണ് ഇവിടുത്തെ ഷൂ ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷമം വരൂലേ, വിഷമം ഉണ്ടാവൂലേ? അപ്പോൾ ദുആ ചെയ്യണം, അവിടെയും ദുആറൊക്കെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ ഒരു തങ്ങൾ എന്നെ വിളിച്ചു. അങ്ങ് വയനാട്ടിലുള്ള തങ്ങളാണ്. ഞാൻ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു ഉസ്താദെ. എൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ കയറി 20 പവൻ്റെ സ്വർണം കൊണ്ടുപോയി. ഞാൻ ആകെ മാനസിക ടെൻഷനിലാണ്. ദുആ ചെയ്യണം, അല്ലാഹു അത് മടക്കി കൊടുക്കട്ടെ. കാരണം മകളുടെ കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന പൈസ. അപ്പോൾ ഈ സ്വർണ്ണമാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ 20 പവൻ്റെ സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ എത്ര രൂപ ആവും? എങ്ങനെ കളയാൻ പറ്റും? അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ പോകുന്ന ഈ കളവ്, ഈ മോഷ്ടിക്കപ്പെടുന്ന ഈ പൈസകളുമായി നാളെ നമ്മൾ ആഹൃതി വരണം. അത് ചിന്തിച്ചോളൂ എല്ലാവരും. ആരുടെ 1 രൂപ എടുക്കാൻ നിൽക്കണ്ട. 1 രൂപ ആരുടെയെങ്കിലും നമ്മൾ മോഷ്ടിച്ചാൽ പെട്രോൾ ഊറ്റിയെടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ 2 മീൻ അവൻ്റെ അടുത്ത് ഇപ്പുറത്തെ പെട്ടിയിലോട്ടിട്ട്, ഇവിടുന്ന് 2 മീൻ എടുത്ത് അപ്പുറത്തെ പെട്ടിയിലോട്ടിട്ട്, ആരും കണ്ടില്ല, മോലാളിയും കണ്ടില്ല. ഈ 2 മീൻ തീഗോളമായിട്ട് നാളെ മഹ്ശറിൽ വരും.
وما كان لنبي أن يغل ومن يغلل يأت بما غل يوم القيامة. ഒരു പ്രവാചകനും ആരെയും വഞ്ചിച്ചിട്ടില്ല. ആരെങ്കിലും വഞ്ചിക്കുകയാണെങ്കിൽ ആ വഞ്ചിക്കപ്പെട്ട വസ്തുക്കളുമായി ഖിയാമത്ത് നാളിൽ ഹാജരാകേണ്ടി വരും. ഏറ്റവും വലിയ കാര്യമാണ്. ഖിയാമത്ത് നാളിൽ നാളെ ആഖിറത്തിൽ വരേണ്ടി വരും. ഏത് സാധനം ആരിൽ നിന്ന് ആരെടുത്തിട്ടുണ്ടോ അത് ദുനിയാവിൽ മടക്കി കൊടുക്കാത്തിടത്തോളം കാലം നാളെ മഹ്ശറിൽ അത് കൊണ്ടുവരാം, ഹാജരാക്കപ്പെടും. പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റിക്കാർ ശ്രദ്ധിച്ചോളി. പൈസ ഒക്കെ അടിച്ചു മാറ്റി അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ബക്കറ്റ് പിരിവിനെടുത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് എടുത്തിട്ട് പൈസ തിരിമറി നടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും മഹല്ലുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തോളി, നാളെ റബ്ബിൻ്റെ അടുക്കൽ നിന്നെ കൊണ്ടുവരുന്നത് വലിയ ഒരു ശിക്ഷാ കവചവുമായിട്ടായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാവർക്കും പള്ളിയിൽ കയറാൻ വലിയ ഉഷാറാ. കസേരയിൽ ഇരുന്ന് ഇങ്ങനെ കറങ്ങി ഇരിക്കാനൊക്കെ റാഹത്ത് തന്നെയാണ്. പക്ഷെ ഒരു രൂപ നീ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ആ പള്ളിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കാലയളവിലിരുന്ന കമ്മിറ്റി ഭാരവാഹികളായിരിക്കും. അവിടെ നിന്ന് പൈസ എടുത്തു, അടിച്ചു മാറ്റി, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിമറി നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലികുല്ലി ഖാദിരിൻ ലിവാഉൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഓരോ വഞ്ചകന്റെ പേരിൽ ഒരു കൊടി നാട്ടപ്പെടും നാളെ ആഖിറത്തിൽ. ആരൊക്കെ എന്തൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടോ അവന്റെ പേരിൽ ഒരു കൊടി ഉണ്ടാവും. ഇപ്പൊ നമുക്കൊക്കെ ഓരോ കൊടിയില്ലേ? നിങ്ങളുടെയൊക്കെ ഓരോ ഗ്രൂപ്പ് അനുസരിച്ച് കൊടിയില്ലേ? സംഘടനയ്ക്ക് ഓരോ കൊടിയില്ലേ? നിങ്ങൾ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടില്ലേ? ഓരോ രാജ്യത്തിന്റെ കൊടിയോട് വെച്ചിട്ടില്ലേ? അതറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ കൊടിയിലൂടെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പച്ചയാര, ചോപ്പാര, കാവിയാര, ത്രിവർണ്ണ ആര, ഇതൊക്കെ നമുക്കറിയാലോ. അവൻ അളിയാത് ഇന്നവനാണ് ഇന്നവാണെന്നാണെന്ന് അറിയില്ല എന്നതുപോലെ നാളെ മഹ്ശറിൽ കൊടിയുണ്ടാകും. ഓരോ വഞ്ചകന്മാർക്ക് നാളെ കൊടിയുണ്ടാകും. അത് വല്ലാത്ത കൊടിയാത്. അത് എവിടെ നാട്ടുകയെന്നറിയോ? താഴെയൊന്നുമല്ല കൊണ്ട് നാട്ടുക. അതവന്റെ മൂലത്തിലാണ് നാട്ടപ്പെടുക. ഇറങ്ങുമല്ല, കൊണ്ടുപോയി മലദ്വാരത്തിൽ കൊണ്ടുവച്ചു കൊടുക്കും. ഇവിടെ കവുങ്ങ് കൊണ്ടുവന്ന് നമ്മളിവിടെ ജംഗ്ഷനിൽ കൊണ്ട് നാട്ടുന്നത് പോലെ നാളെ മഹ്ശറിൽ പള്ളിയിൽ നിന്ന് അടിച്ചു മാറ്റിയവൻ, കടയിൽ നിന്ന് അടിച്ചു മാറ്റിയവൻ, മദ്രസയിൽ നിന്ന് അടിച്ചു മാറ്റിയവൻ, ദർഗായിൽ നിന്ന് അടിച്ചു മാറ്റിയവൻ, കാണിക്കവഞ്ചി മോട്ടിച്ചവൻ, ഇവൻ്റെയൊക്കെ നാളെ മൂലത്തിൽ വലിയ നീളത്തിൽ ഒരു കമ്പി കൊടി കെട്ടി കൊണ്ട് കുത്തിവെക്കും. എന്നിട്ട് കൊണ്ട് സൈഡിൽ നിർത്തും. ആളുകളൊക്കെ നടന്നു പോകും. ചോദിക്കും, ആരാണിവൻ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫുലാൻ, ഈ വ്യക്തി ഇന്നാരെ വഞ്ചിച്ചവനാണ്, ഇന്നവന്റെ വസ്തു മോഷ്ടിച്ചവനാണ്, ഇന്നവന്റെ വസ്തു അടിച്ചു മാറ്റിയവനാണ്, ഇന്നവന്റെ പണമെടുത്തവനാണ്, ഇന്നവന്റെ സ്വർണ്ണമെടുത്തവനാണ്, ഇന്നവന്റെ മൊബൈൽ മോട്ടിച്ചവനാണ്, ഇന്ന കാണിക്കവഞ്ചി മോട്ടിച്ചവനാണ്. അതടക്കം നാളെ അവന്റെ മുന്നിൽ രേഖപ്പെടുത്തപ്പെട്ട് മഹ്ശറിൽ അവനെ കുതിച്ചു നിർത്തപ്പെടുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സുഖമായിരിക്കും. ആശുപത്രി പോകുമ്പോൾ ഇനിമ വെക്കുമ്പോൾ സഹിക്കാൻ വയ്യ. പിന്നെയാണ് വലിയ കുടിമരം വെച്ച് തരുമ്പോൾ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഇടപാടുകളൊക്കെ പൂർത്തീകരിച്ചിട്ട് സന്തോഷമായിട്ട് മരിച്ചുപോയി. അവിടെ പോയിട്ട് അള്ളാഹുവാണ് സത്യം, ഇടപാട് തീർക്കാനും കാണൂല. അള്ളാഹുവിന്റെ റസൂലിന് മുന്നിൽ ഒരു മയ്യത്ത് കൊണ്ടുവച്ചു. മയ്യത്ത് നിസ്കരിക്കാൻ റസൂലുള്ള വന്നു. പെട്ടെന്ന് വന്ന് നമസ്കരിച്ചു പോയില്ല. റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചു, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് വല്ല കടമുണ്ടോ? അതാണ് റസൂലുള്ളാഹി തങ്ങളെ പെട്ടെന്ന് കൊണ്ടൊരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചങ്ങോട്ട് നിസ്കരിച്ചിട്ട് അങ്ങനെ പോലൊന്നും ശരിയാവൂല. നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കണം. ഉണ്ടോ? ഇവിടെ അങ്ങനെ പള്ളിയിൽ ചോദിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? പള്ളിക്കാരിൽ ഇവിടെ പള്ളിയിൽ ഉസ്താദിന് ചോദിക്കില്ല മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ഈ മയ്യത്തിന് പറഞ്ഞാൽ ചോദിക്കും, അത്രയേ ഉള്ളൂ അല്ലേ? അങ്ങനെയല്ല, മക്കളെ ഉണ്ടോന്നൊക്കെ ചോദിക്കണം, പറയണം, അവിടെ ചോദിക്കണം. വാപ്പാടെ മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പേ ആ മനസ്സിന് റാഹത്ത് വേണ്ടേ? ചിലപ്പോൾ 50,000 കൊടുക്കാനുള്ളവനായിരിക്കും മയ്യത്ത് നിസ്കരിക്കാൻ. അവൻ പറയുന്നുണ്ട്, എടേ ഇനി കേൾക്കോ നോക്കാതെ ആരുടെ പോയി കേൾക്ക എപ്പിടി തൊളവേ അല്ലാഹു അക്ബർ. വല്ല റാഹത്ത് കിട്ടും ആ മയ്യത്ത് നിസ്കാരത്തിന്. ഇത്ര പെട്ടെന്ന് മരിക്കുന്ന അറിഞ്ഞില്ല. മിനിഞ്ഞാന്ന് ആളിയാ ഞാൻ കൊടുത്ത 50,000 രൂപ മരിച്ചു, എഴുതി മേടിച്ചതുമില്ല, ആരുടെ പോയി ചോദിക്കാൻ. അല്ലാഹു അടച്ചവനെ പോച്ച്. അതുകൊണ്ട് എഴുതി വെക്കണം കേട്ടോ. പൈസ ആർക്ക് കൊടുത്താൽ എഴുതി വെക്കണം. ഖുർആനിൽ ഏറ്റവും വലിയൊരു സൂറത്തുണ്ട്, സൂറത്തുൽ ബഖറ. അതിലെ ഏറ്റവും വലിയ ഒരു ആയത്താണ് കടമിടപാടിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, ഏറ്റവും വലിയ പ്രശ്നമായത് കൊണ്ടാണല്ലോ അള്ളാഹ് അങ്ങനെ പറഞ്ഞത്. 2 കാര്യമാണ് ലോകത്ത് പ്രശ്നം. ഒന്ന് ബക്കറ, പശുവിൻ്റെ പ്രശ്നം.
പശുവിൻ്റെ പ്രശ്നം ഇന്നും അടിയും കൊണ്ട് പാവപ്പെട്ടവന്മാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിഷയമാണ് റസൂലുള്ള ഖുർആൻ പറഞ്ഞതും പശു ബഖറ. ആ ബഖറയുടെ വിഷയത്തിൽ പശു അറക്കുന്നത് തന്നെയാണ് അവിടെ ചർച്ച. അതേപോലെ രണ്ടാമത്തെ വിഷയം ഇടപാട്. ആ ഇടപാടിനെ കുറിച്ച് അല്ലാഹു വലിയ ഒരായത്ത് അവിടെ എഴുതുമ്പോൾ ഒരു നീതിമാനായ ഒരാളെ കൂടെ അടുത്തിരുത്തി വേണം എഴുതാൻ. ഇന്നാൾക്ക് ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട്, ഇത്ര ദിവസത്തുള്ളിൽ തരാം, ഇത്ര മാസത്തുള്ളിൽ തരാം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ എഴുതി ഒപ്പിടണം. അൽഹംദുലില്ലാഹ്, അതാണ് ഇസ്ലാമിക നിയമം. അപ്പം ആര് മരിച്ചാലും നമുക്കിത് തെളിവ് കൊണ്ടുപോയി കാണിക്കാം. മോനെ, അത്ത മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപ വാങ്ങിയതാണ്, അത്താതെ തെളിവാണ്, നീ അതിനിങ്ങനെല്ലാം വീട്ടിൽ തരണം. ശരി മാമ, ഞാൻ പതുക്കെ വീട്ടിൽ തരാം, ഞാൻ മതി കുറച്ച് സാവകാശം, മോനെ നീ കുറേശ്ശെ വീട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമായി. അതുകൊണ്ട് മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ചോദിക്കണം, ഈ മയ്യത്തിന് വല്ല ബാധ്യതയുണ്ടോ? അങ്ങനെ ആ മയ്യത്ത് കൊണ്ടുവന്ന റസൂലുള്ളാഹി ചോദിച്ചു, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് വല്ല കടമിടപാടുകൾ ബാധ്യതകളുണ്ടോ? ഉടനെ സഹാബത്ത് പറഞ്ഞു, സലാസത്തു ദനാനീർ, 3 ദിനാർ കടക്കാരനാണ് നബിയേ. രണ്ടാമത്തെ ചോദ്യം റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഹൽ തറക ശയ്യാ, ഈ കടമിടപാടുകൾ വീട്ടാൻ വല്ല സ്വത്ത് വക ഇദ്ദേഹത്തിന്റെ പേരിലുണ്ടോ? ജംഗമജാവന സ്വത്തുക്കൾ വല്ല ഉണ്ടോ? സഹാബാക്കൾ നോക്കിയിട്ട് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്. കണ്ടോ, അതാണ് ഓരോ സഹാബാക്കൾക്കും അടുത്ത സഹാബിയുടെ സാമ്പത്തിക സ്രോതസ് മനസ്സിലായിരുന്നു. ഇത് നമുക്കറിയില്ലല്ലോ. അതാണ് അവരുടെ ബന്ധം എന്ന് പറഞ്ഞത്. ഒരാൾക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സഹായിക്കാൻ അവരെ കൊണ്ട് കഴിയുമായിരുന്നു. ഒരാളെ കുറിച്ച് അറിഞ്ഞിരുന്നു, നമ്മളിന്ന് തൊട്ടടുത്തൊരു വീട്ടിൽ ഒരാൾ താമസിക്കുന്നു, അയാളെ കുറിച്ച് നമുക്ക് ഒരറിവുമില്ല, അയാളെ കുറിച്ച് മനസ്സിലാക്കുന്ന പോലുമില്ല. പഠിക്കണം, ഓരോ വ്യക്തികളെ നമ്മൾ പഠിക്കണം. നമ്മൾ ആവശ്യമില്ലാത്തതിന് വേണ്ടി ഗവേഷണം നടത്തും. ആ വീട്ടിൽ കയറിപ്പോയി, ആരാ രാത്രി ഇവിടുത്തെ കയറിപ്പോന്ന കണ്ട്, അതിലേക്കൂടെ കയറുന്ന കണ്ട്, ആ ഡോറിൻ്റെ സൗണ്ട് ഞാൻ കണ്ട്, ഞാൻ മൂത്രമൊഴിക്കാൻ രാത്രി ഇറങ്ങിയപ്പോൾ അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ ലൈറ്റ് കണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ഗവേഷണം നടത്തി നോക്കും. ഇതൊക്കെ അവൻ നോക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കും. അവൻ പട്ടിണി കിടക്കുക, അത് നോക്കൂല. അവന്റെ കടം തീർക്കാൻ അത് നോക്കൂല, അതൊന്നും പണിയെടുക്കൂല. ആവശ്യമില്ലാത്ത ആരോടെ പോയി യവൻ വന്ന് എവള് വന്ന് എവളുടെ കൂടെ കയറി, അതൊക്കെയാണ് അവൻ ഇങ്ങനെ നോക്കുന്നത്. ഇതല്ല നമ്മുടെ ജോലി. അത് നമ്മുടെ ജോലിയല്ല, അത് നിങ്ങൾ നോക്കുകയും ചെയ്യരുത്. അത് നമ്മുടെ ഡ്യൂട്ടി അല്ല, അത് നമ്മുടെ പണിയല്ല. വലാ തജസ്സസു, ഒരാളെ കുറിച്ചും അങ്ങനെ നിങ്ങൾ നോക്കരുത്. ആ ഒരു കണ്ണുകൊണ്ട് നോക്കരുത്. ഇത് നോക്ക്, ആർക്കെങ്കിലും കടയുണ്ടോ, അവന് ജീവിക്കാൻ വല്ല വഴിയുണ്ടോ, അവൻ ഇന്നലെ ഭക്ഷണം കഴിച്ചോ, ഇതൊക്കെ ചോദിക്കണം, നമ്മുടെ ബാധ്യതയാണ്. ഈ സഹാബിയെ കുറിച്ച് സഹാബാക്കള് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഒന്നുമില്ല നബിയേ, ഒന്നുമില്ല. പാവപ്പെട്ട സഹാബിയ, ഈ 3 ദിർഹം കടം വീട്ടാനുള്ള വഴി അദ്ദേഹത്തിന് ഇല്ല. റസൂലുള്ളാഹി തങ്ങള് മെല്ലെ പിറകോട്ട് മാറിയിട്ട് പറഞ്ഞു, സല്ലൂ അലാ സാഹിബിക്കും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി നമസ്കരിപ്പിക്കണേ, എനിക്ക് നമസ്കരിപ്പിക്കാൻ പറ്റൂല. കടമുള്ള മയ്യത്ത് എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല, നിങ്ങൾ നിസ്കരിപ്പിച്ചോ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിപ്പിക്കാത്ത ഒരു മയ്യത്ത് നമ്മൾ നമസ്കരിപ്പിക്കുമോ? എന്താ ഇത്? റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കെ പരിശുദ്ധമായ മദീന പള്ളിയിൽ കൊണ്ടുവച്ച മയ്യത്ത് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിക്കാതെ പിന്നെ റസൂലുള്ളാഹിക്കാട്ടിലും കഴിവുള്ള ആരാ അവിടെ ഉള്ളത്? ആര് നമസ്കരിപ്പിക്കാനാ? ആരുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളുടെ മുഖങ്ങളെല്ലാം വിവരണമായി പോയി. റസൂലുള്ളാഹി നമസ്കരിക്കുന്നില്ല, റസൂലുള്ളാഹി പിറകോട്ട് മാറി നിൽക്കുകയാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിക്കാതെ വന്നപ്പോ സ്വഹാബാക്കൾ പുച്ഛം ചോദിക്കുകയുണ്ടായി, ആർക്കാണ് തരാനുള്ളത്? ഇദ്ദേഹം ആരുമില്ല, അദ്ദേഹത്തിന് കടം കൊടുത്ത ആളവിടെ ഇല്ല. അവസാനത്തെ സഫിൽ നിന്നൊരാൾ ഓടി വരികയാണ്, ബഹുമാനപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു. ആ അബൂ ഖത്താദ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, വഅലയ്യ ദൈനു സല്ലി അലൈഹാ യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ അദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തുകൊള്ളാം. ആർക്കാണോ അദ്ദേഹം കടം നൽകാനുള്ളത് ആ ഇടപാട് ഞാൻ പൂർത്തീകരിച്ചു കൊള്ളാം. നബിയേ ആ മയ്യത്ത് താങ്കൾ നമസ്കരിപ്പിക്കണേ ഹബീബേ. ഒരു സഹാബിയോടുള്ള സ്നേഹാണ്.
ഒരു സഹാബിക്ക് അടുത്ത സഹാബിയോടുള്ള സ്നേഹമാണ്. റസൂലുള്ളാഹി നിസ്കരിപ്പിക്കാതെ മയ്യത്താവുമ്പോ സ്വാഭാവികമായി അതിന് പൊറുക്കപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹാബാക്കൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഞാൻ ഏറ്റെടുത്തു, അദ്ദേഹത്തിന്റെ കടം ഞാൻ കൊടുത്തോളാം നബിയെ. ഇതാണ് സഹാബാക്കൾ, ഇതാണ് സഹാബാക്കൾ, ഞാൻ ഏറ്റെടുത്തോളാം. അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് നമസ്കരിപ്പിച്ചു. ഇതാണ് സംഭവം, ചൂടില്ലാത്ത അപ്പൊ റസൂൽ ആ മയ്യത്ത് നിസ്കരിച്ചു. സംഭവം എന്താണെന്നറിയാം? സംഭവം എന്ന പ്രശ്നം ഇനിയാ പറയാൻ പോകും, അത് കേട്ടോളൂ. റസൂലുള്ളാഹി മയ്യത്ത് നിസ്കരിപ്പിച്ചു, കൊണ്ടടക്കി. 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് സഹാബിയെ മദീനയിലെ ഒരു വഴിയിൽ വെച്ച് റസൂലുള്ളാഹി കണ്ടു. എന്നിട്ട് ചോദിച്ചു, അബൂ ഖതാദ ഹൽ ഖളൈത ദൈനഹു, നീ ഇന്നലെ ഏറ്റെടുത്ത ആ കടം നീ വീട്ടിയോടാ? റസൂലുള്ളാഹി മറന്നുപോയി നബിയെ, 2 ദിവസമായി ഞാൻ മറന്നുപോയി, ഇപ്പൊ വീട്ടിട്ട് വരാം. ആ സഹാബി ആ 2 ദിവസം മറന്നുപോയി. ഓടുകയാണ്. മദീനയുടെ ഓരോ തെരുവോരങ്ങളിലൂടെ ഓടി നടന്നിട്ട് ആ സഹാബിയുടെ പേര് വിളിച്ചു പറഞ്ഞ് ആ സഹാബി വാങ്ങിയ സ്ഥലത്ത് കണ്ടെത്തുകയും ആ സഹാബിക്ക് ആ 3 ദിർഹം കടം വീട്ടിയിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി ഹദറത്തിലേക്ക് മടങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ആ കടം വീട്ടി നബിയെ, കടം വീട്ടി. നബിയുനാ റസൂലുള്ളാഹി ഞങ്ങൾ അപ്പോ പറഞ്ഞ ഒരു വാക്കുണ്ട്, അതാണ് ഞാൻ പോയിന്റ് എന്ന് പറഞ്ഞത്. 2 ദിവസമേ ആയുള്ളൂ. ആരാ നിസ്കരിച്ചത്? റസൂലുള്ളാഹി തങ്ങള്. എവിടെ വെച്ച് നിസ്കരിച്ച? മദീന പള്ളിയില്. പുറകില് മഅമൂമായിട്ട് നിന്നത് സഹാബാക്കള്. ആരെങ്കിലും കളയാനുണ്ടോ അതിനകത്തുനിന്ന്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫൽആന ബറദത അലൈഹിന്നാർ, ഇപ്പോഴാണ് സഹാബത്തെ ആ ഖബറിലെ തീ അണഞ്ഞതെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹാബിയാണ്, ചിന്തിക്കണം. അവിടെ ഷഹീദോ സഹാബിയോ ഒന്നുമല്ല വിഷയം. ഈ ഇടപാടുകൾ പൂർത്തിയാക്കാതെ മരിച്ചാല് അവിടെ അള്ളാഹ്ക്ക് അതിനകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റൂല. നീ ഇപ്പൊ കള്ളു കുടിയനാണ്, നീ മരിക്കുന്നതിന്റെ തലേ ദിവസം തൗബ ചെയ്തു, അള്ളാഹ് അറിയാതെ നാളെ മരിക്കുമെന്ന് അറിഞ്ഞിട്ടില്ല, പടച്ചോനെ റമദാനൊക്കെ വരുന്ന ഞാൻ കുടി നിർത്തുക, 10 വർഷം കുടിച്ച് നീ പൊരുത്തപ്പെട്ട് തരണേ അള്ളാഹ്, മാപ്പാക്കണം, ഇനിയില്ല അള്ളാഹ്, ഈ റമദാൻ മുതൽ ഞാൻ നന്നായി പടച്ചവനാ, ഞാൻ കുടിച്ചൊക്കെ നീ മാപ്പാക്കണം. നീ അൽബ് കൊണ്ടാണ് ദുആ ചെയ്തതെങ്കിൽ അള്ളാഹ് നിനക്ക് പുറത്തു തരും, യാതൊരു സംശയമില്ല, പേടിക്കണ്ട. അതിന്റെ പേര് ആഖിറത്ത് അള്ളാഹ് എന്നെ ശിക്ഷിക്കൂല. പക്ഷെ ഒരാളെ പൈസ വാങ്ങി, കടം വാങ്ങി, അത് മടക്കി കൊടുക്കാതെയാണ് നീ മരിച്ചതെങ്കിൽ നീ എത്ര തൗബ ചെയ്തിട്ടും, എത്ര ഉംറ ചെയ്തിട്ടും, എത്ര ഹജ്ജ് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല, അത് അള്ളാഹു സ്വീകരിക്കില്ല. കാരണം അത് മറ്റവന്റെ ഹക്കാണ്. ഒരാളൊരു തെറ്റ് ചെയ്തത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. വ്യഭിചരിച്ചു, അതല്ലെങ്കിൽ വെള്ളമടിച്ചു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തെറ്റ് ചെയ്തു, പൊരുത്തം വാങ്ങി തൗബ ചെയ്തു, അത് അള്ളാഹ്ക്ക് പുറത്തു കൊടുക്കാം. പക്ഷെ മറ്റൊരാളോട് ഒരാൾ ഗീബത്ത് പറഞ്ഞു, അത് അള്ളാഹ്ക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി പൈസ അത് മടക്കി കൊടുക്കാതെ മരിച്ചു, അത് അള്ളാഹ്ക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. ഗീബത്തും അതുപോലെയാണ്. ഒരാളെ കുറിച്ച് ഗീബത്ത് റമദാൻ മാസം ഇഷ്ടംപോലെ സമയം കിട്ടും. ഇതൊക്കെ പള്ളിയുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് നമ്മൾ ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുക്കും. അളിയാ ഇരി, ഞാൻ അവന്റെ വിത്തിനെ ഒന്നും പറയുമല്ല, പിന്നെ അവൻ ഇന്നലെ അവൻ്റെ കൂടെ പോയത് നീ കണ്ടില്ലായിരുന്നടാ. ആദ്യം മുൻകൂർ ജാമ്യം, ഞാൻ അവന്റെ വിത്തിനെ ഒന്നും പറയുമല്ല, ഞാൻ വിത്തിനെ പറയാന്ന് ഉസ്താദ് കരുതല്ലേ, ഞാൻ വിത്തിനെ പറയല്ല, പിന്നെന്തോ ഈ പറയാൻ പോന്നെ, ഖുർആൻ ഓതാൻ പോവാന്ന്. അയാൾ പിന്നെന്താ ഖുർആൻ ഓതാൻ പോവാ? ആദ്യം ഒരു മുൻകൂർ ജാമ്യം. ഒരു കാര്യം ഓർത്തോളി, ഒരാളുടെ ഗീബത്ത് എന്ന് പറഞ്ഞാല്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം പഠിക്കും. അക്കാ നല്ലപോലെ പഠിക്കും, നമ്മുടെ സ്ഥിരം ജോലി ചെയ്ത് പഠിച്ചോളി. ഗീബത്ത് ഏഷണി, ദൂഷണം, ദൂഷണത്തിന് ഗീബത്ത്. നമീമത്ത് ഏഷണി. ഏഷണി എന്ന് പറഞ്ഞാൽ അവിടെയും പറയും ഇവിടെയും പറയും. ഇവിടെ ഒന്ന് അവനെതിരെ പറയും, അവിടെ ഒന്ന് ഇവിടെ തരാം. അയൽക്കൂട്ടത്തിൽ ഇരുന്നിട്ട് സലീനയ്ക്കെതിരെ സംസാരിക്കും. സലീന വീട്ടിൽ പോയിട്ട് ഒനിക്കെതിരെയൊക്കെ അവള് പേസിന. രണ്ടുപേരും അധ്യക്ഷ സ്ഥാനം വഹിച്ചത് സൈനവാക്കായിരുന്നു.
ചുമ്മാ ഉദാഹരണം പേര് പറയുകയാണ്, ചിലപ്പോൾ അറിയാതെ ഇതിൻ്റെ അധ്യക്ഷ സൈനവായിരിക്കും. ഞാൻ വെറുതെ ഇങ്ങനെ ഉദാഹരണത്തിന് പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്തിരുന്ന് പ്രസംഗത്തിന് പോയി, ഇവിടെ മുട്ടപ്പല്ല അറിയാം, ആറ്റിങ്ങൽ. അപ്പം അവിടെ ഈ മിണ്ടാതിരിക്കുന്നവരെ കുറിച്ച് ചർച്ച ചെയ്താണ്, മിണ്ടാതെ. അപ്പോൾ ഒരു സഹാബി മിണ്ടാതിരുന്നു മാമിയുടെ അടുത്ത്. നരകത്തിലാണെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ പറഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും മിണ്ടാതിരിക്കുന്നവരെ പെട്ടെന്ന് മിണ്ടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പെട്ടെന്ന് ആ സഹാബി ഓടിപ്പോയി മാമിയെ അടുത്ത് പോയി മിണ്ടി തിരിച്ച് വന്ന് പൊരുത്തമൊക്കെ വാങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പള്ളിയിലത്തെ സെക്രട്ടറി മാമിയായിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക, ഞാൻ ഇയാളെ തട്ടിത്തട്ടിയാണ് പ്രസംഗിക്കുന്നത്. ഇല്ലയോ സെക്രട്ടറി, ഇല്ലയോ സെക്രട്ടറി. അയാൾ ഐസായി ഇരിക്കുകയാണ്. ഇത് എൻ്റെ അടുത്തില്ല ഹത്യവങ്ങാണം പറഞ്ഞില്ലോ, ഞാൻ അയാളെ കണ്ടതുമില്ല, ഒന്നുമില്ല, ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ് ഇത്. ഇയാൾ കമ്മ്യൂണിസ്റ്റാണ്, മാമി കോൺഗ്രസിന് ഇപ്പോൾ നിന്ന് ആ വിഷയത്തിലെ തർക്കം, അല്ല വേറൊന്നുമില്ല, മിണ്ടാണ്ടി. എന്നിട്ട് ഉസ്താദിനെ രഹസ്യമായിട്ട് ഫോണിൽ കൂടെ മെസ്സേജ് വിട്ടു വെച്ചു, ഉസ്താദ് എനിക്ക് ഉരുകുന്നു, ഞാൻ എൻ്റെ മാമി ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ പോയി പൊരുത്തം ചോദിക്കട്ടെ എന്ന്. ഹക്കൻ പറയാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ മുട്ടപ്പൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പോകാം. മനസ്സിലാക്കി അയാൾക്ക് തോന്നിയല്ലോ, അൽഹംദുലില്ലാ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ മനസ്സിലത് തോന്നിയല്ലോ, ഞാൻ പോയിട്ട് പൊരുത്തം ചോദിക്കട്ടെ ഉസ്താദെ, കാരണം എനിക്ക് നാളെ സ്വർഗത്തിൽ പോകണം. അതാണ് അവർ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ വാഴുന്നൊക്കെ പറയുന്നത് എന്തിനാണ്? നമുക്ക് നാളെ ആഖിറത്തിൽ രക്ഷ കിട്ടണതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വാശിക്കും വീറും വാശിയും വൈരാഗ്യം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ആഖിറത്തിൽ നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഇതേ ഉള്ളു വഴി, വേറെ മാർഗ്ഗമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഒരു ഉദാഹരണത്തിന് പേര് പറയുന്നത്. അപ്പൊ ഒരാളുടെ ഗീബത്ത് പറഞ്ഞാല്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ കേട്ടോ, സംഭവം കേട്ടോ, അതീത് കേട്ടോ. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തില് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇരിപ്പുണ്ട്. ആയിഷ ബീവി നബിയും ഒരു സദസ്സിൽ ഇരിക്കുമ്പോ ഒരു കൊച്ചു പെണ്ണെന്ന് പറഞ്ഞാല് ഒരു നീളം കുറഞ്ഞ പെണ്ണ് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് ഒരു മസല ചോദിക്കാൻ വേണ്ടി വരികയാ. നീളം കുറഞ്ഞ പെണ്ണ്, നമ്മളെ നാട്ടിലെ കണ്ട പറയാ കുള്ളത്തിന്നൊക്കെ ഉരുടിയുന്ന കുള്ളത്തിന്നൊക്കെ പറയുകയാണ്. എങ്ങനെയാണ് പറയുന്നത്? കുറുകി ഉള്ളത്തി കുറുകി ഇതിലായിക്കോട്ടെ. നീളം കുറഞ്ഞ ഒരു പെണ്ണ് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നു. മസല ചോദിച്ചിട്ട് മടങ്ങിപ്പോയി. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയോട് പറഞ്ഞു, മാജ്മലഹാ വമാ അഹ്സനഹാ ലൗലാ അന്ന ബിഹാ ഖസ്റാ. നബിയെ, എത്ര നല്ല പെണ്ണ്, കാണാൻ എന്ത് രസമുണ്ട്, നല്ല ചന്തമുള്ള പെണ്ണ്, പക്ഷെ ഇച്ചിരി നീളം കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു, ചിക്കുള്ളത്തിയായിപ്പോയി. ഉടനെ റസൂലുള്ളാഹി തങ്ങളെ ആയിഷയോട് പറഞ്ഞു, യാ ആയിഷ ഇഗ്തബ്തിഹാ, നീ അവളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞോ. ഇന്നമാ ഖുൽതു ലഹാ, ഞാൻ ഗീബത്ത് എന്താ പറഞ്ഞ നബിയെ? അവള് നല്ല പെണ്ണ്, കാണാൻ ചന്തയുള്ള പെണ്ണ്, കുറച്ച് നീളം കൂടെ ഉണ്ടായിരുന്നേ കൊള്ളാന്നല്ല ഞാൻ പറഞ്ഞത്, അവളിലുള്ളതാണല്ലോ ഞാൻ പറഞ്ഞത്, ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് ഗീബത്താണോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉള്ളത് പറയലാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയല് അപരാധമാണ്. മനസ്സിലായ? ഗീബത്ത് എന്ന് പറഞ്ഞാ ഏതാ ഗീബത്ത്? ചുമന്ന ശാലിട്ടിരിക്കുന്ന ആ അക്ക ഉണ്ടോ, അതാ ഗീബത്ത്. ഒന്നും പറയാൻ പറ്റൂല. ആ ഫോണും കൂടെ നടന്നു പോകുന്ന ഒരു അക്കായെ കണ്ട, അതാ അങ്ങനെ പറയുന്നതാണ് ഗീബത്ത്. ഒരാൾ മുടന്തനുണ്ട്, മുടന്തി ഒരാൾ പോകുന്ന ഒരാൾ കാണിച്ചു കൊടുക്കും, ആ മുടന്തി നടന്നു പോകുന്ന ആള്, അതാണ് ഗീബത്ത്. അല്ലാത്തത് അപരാധമാണ്. ഇയാൾ ചെയ്യാത്തത് പറയുന്നതാണ് അപരാധം. ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറയൽ അപരാധം. അപരാധം പറഞ്ഞാല് ഭയങ്കര ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ. ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ അപരാധം പറഞ്ഞാൽ ഇല്ലാത്തുണ്ടാക്കി പറയാ. ആരെ കുറിച്ച് നമ്മൾ മിണ്ടർന്നിക്കരുത്. നിനക്ക് ഒരു വ്യക്തമായിട്ട് ഒരാളെ കുറിച്ച് അറിയാം, അയാൾ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ അത് സൈലന്റ് ആയിരുന്നാൽ നിന്റെ തെറ്റിനെ അള്ളാഹ് മറച്ചു വെക്കും. അതല്ല, തെറ്റ് ചെയ്യാത്ത ഒരാളെ കുറിച്ച് ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ട് നീയും അപരാധം പറയാൻ നിന്നാൽ നിന്റെ ഇബാദത്തിൽ കുറവ് വരും, നീ നരകത്തിൽ പോകാൻ കാരണമാകും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ കാന ദാ ലിസാനൈനി ഫിദ്ദുനിയാ ജഅലല്ലാഹു ലഹു ലിസാനൈനി മിന്നാർ. ആർക്കെങ്കിലും രണ്ട് നാവുകൾ ഉണ്ടെങ്കിൽ നാളെ നരകത്തിന്റെ രണ്ട് തീ കൊണ്ടുള്ള നാവുകൾ അവർക്ക് പണിത് കൊടുക്കപ്പെടുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അവിടെ ഇവിടെയും പോയി നിൽക്കരുത്, ഇല്ലാത്ത അപരാധം പറയരുത്. ആയിഷ റളിയല്ലാഹു തആല എന്നെ അപരാധം പറഞ്ഞു.
3 പേരാ പറഞ്ഞത്, സഹാബാക്കൾ. അതാണ് കുഴപ്പം. ഏതെങ്കിലും ഇപ്പോൾ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് വെച്ചോളി, ഒറ്റയ്ക്ക് ഒരു പെണ്ണ് നിൽക്കുന്നു. അവള് ചിലപ്പോ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ട് ബൈക്കിൽ വന്നിട്ട് എന്നോട് കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കും, അതായിരിക്കും അവിടെ നിൽക്കുന്നത്. അതിനായിരിക്കും അവളവിടെ നില്ലെന്ന് അവൻ ഫോൺ വിളിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരാളുടെ സാധനം കൊണ്ടുവരാനുണ്ട്, ഇത് വാങ്ങാനായിരിക്കും നിൽക്കുന്നത്. നമ്മൾ ഇവളെന്നത്തേക്കോ ഇന്ന പാതിരാത്രി ഇങ്ങനെ നിൽക്കുക, പോയി പ്രശ്നമായി. നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ആണെങ്കിൽ ചോദിക്കാം. പരിചയക്കാരാണെങ്കിൽ എന്താ നിൽക്കുന്നുണ്ട, വരുന്നുണ്ടോ, അല്ലെ പോകുന്നുണ്ടോ, വേണമെങ്കിൽ ചോദിക്കാം. പരിചയക്കാരാണെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് അങ്ങനെ ഒരു ചിന്താധാരണ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ആയിപ്പോയാൽ ഒരു പക്ഷേ അത് അപരാധമായാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് സഹാബത്ത് ചിലര് അപരാധം പറഞ്ഞു. അവരിങ്ങനെ യുദ്ധം കഴിഞ്ഞു റസൂലുള്ളാഹി തങ്ങളൊക്കെ പോയി. ആയിഷ എന്ന് പറഞ്ഞ ഒരു സ്ലിം ബോഡിയാണ്, സ്ലിം. അപ്പോൾ ഒരു കനം കുറഞ്ഞ ഒരു മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഒട്ടകമുണ്ട്, ഒട്ടകത്തിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു കട്ടിലുണ്ട്, അതിലേക്ക് കയറി ഇരുന്ന് കാണും ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ് കരുതിയത് സഹാബാക്കൾ. അപ്പൊ സഹാബാക്കൾ എല്ലാവരും ആ ഒട്ടകത്തെ കൊണ്ടുപോയി. പക്ഷെ അതിലില്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ 2 പോകാൻ വേണ്ടി മാറിപ്പോയതാ. അപ്പൊ തിരിച്ചു വന്നപ്പോ എല്ലാരും പോയി. അപ്പൊ ആയിഷ ബീവി ഒറ്റയ്ക്ക് കുടുങ്ങിപ്പോയി. അവിടെ ഒരു സൈഡിൽ വന്നങ്ങനെ ഇരുന്നു. അപ്പൊ എപ്പോഴും ഒരു യുദ്ധം കഴിഞ്ഞ് പോയാൽ ആ സ്ഥലത്ത് എന്തെങ്കിലും സാധനങ്ങൾ അവശേഷിക്കുന്നുണ്ടെന്നറിയാൻ ഏതെങ്കിലും ഒരു സഹാബി വന്ന് നോക്കുമായിരുന്നു. അങ്ങനെ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ സഹാബി നോക്കുമ്പോ ആയിഷ ബീവി അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് അടുത്ത് ഓടിപ്പോയപ്പോ ആയിഷ ആണ്. ഈ സഹാബിയെ കണ്ടപ്പോ ആയിഷ ബീവി നിഖാബ് വലിച്ചിട്ടു. അപ്പൊ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ മുകളിൽ കയറ്റി അദ്ദേഹം ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് നടന്നുപോയി. ആളുകൾക്കിടയിൽ ചർച്ചയായി. ആയിഷ ബീവിയും സഫ്വാൻ ഇബ്നു മുഅത്തലും തമ്മിൽ എന്തോ ഉണ്ട്. ഇങ്ങനെയാണല്ലോ സംഭവം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ AI ക്യാമറയും കൂടെ വന്ന സ്ഥിതിക്ക് ഉറപ്പാണ്, കണ്ട് സൂക്ഷിച്ചോണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എവിടെയും മിണ്ടാൻ പറ്റൂല, എവിടെയും മിണ്ടാൻ പറ്റൂല. എന്തെങ്കിലുമൊക്കെ നിൽക്കുമ്പോ ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറഞ്ഞോളെ, പറയരുത്. നമ്മുടെ ആ ഇബാദത്ത് മൊത്തം പോകും. ഇവരെ കുറിച്ച് പറഞ്ഞു എത്രത്തോളം എന്ന് വെച്ചാൽ പറഞ്ഞ് റസൂലുള്ള പോലും ഇത് വിശ്വസിക്കേണ്ടി വന്നു. റസൂലുള്ള വിശ്വാസമല്ല, വിശ്വസിക്കലല്ല സംഭവം. സ്വാഭാവികമായിട്ട് ഈ ഒരു ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഒന്നും ഇല്ലെങ്കിലും ടെൻഷനാവും, പൊതുവെ ഒരു ടെൻഷനാവും. ഇപ്പോൾ ഒരു പള്ളിയിലത്തെ ഹത്തീബിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു, കമ്മിറ്റിക്കാർ പറയും ഉസ്താദെ ഇതൊന്നും ഇല്ലാന്ന് നമുക്കറിയാം, പിന്നെ കുറെ അവന്മാർ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് ഉസ്താദ് ഒരു കാര്യം ചെയ്ത് തൽക്കാലത്തേക്ക് ഒരു 2 മാസം ലീവ് എടുക്ക്, മാറി നിൽക്കി, ടെൻഷൻ ഒഴിവാക്കി കിട്ടാൻ. പൊതുവെ പറയുന്നൊരു വാക്കാണ്. റസൂലുള്ളാഹി ആയിഷ പറഞ്ഞു, ആയിഷ നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഈ ആളുകളുടെ സംസാരം ഇത് സഹിക്കാൻ കഴിയുന്നില്ല, നീ അതുകൊണ്ട് കുറച്ചാൾ നിങ്ങളുടെ വീട്ടിൽ പോയി നിൽക്ക്, ഞാൻ അതിനൊരു പരിഹാരം കാണാം, അള്ളാഹുവിന്റെ തീരുമാനം വരട്ടെ, നീ വീട്ടിൽ പോയി നിൽക്ക്. ആയിഷ റളിയല്ലാഹു തആല വീട്ടിൽ പോയി നിന്നു. അല്ലാഹു തആല ആയത്തിറക്കി ആയിഷ നിരപരാധിയാണ്. ഇത് തലഖൗനഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമൻ. നിങ്ങൾക്കറിയില്ലാത്ത വിവരമില്ലാത്ത വാക്ക്, നിങ്ങളുടെ നാവിലൂടെ ഒരാളെ കുറിച്ച് അസംബന്ധം പറയുന്ന വാക്ക്, അത് സൂക്ഷിച്ചു കൊള്ളുക, അതിന് ഏറ്റവും വലിയ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും. അല്ലാഹു ആയത്തിറക്കി ആയിഷ നിരപരാധിയാണ്. ആയിഷയെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് പൊരുത്തം വാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത ഓർഡർ എന്താണെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ ആയിഷയെ കുറിച്ച് അപരാധം പറഞ്ഞ 3 പേര് വാ ഇവിടെ. ആരൊക്കെന്നറിയോ? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മൗലിദ് ഓതിയ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങൾ ഇവിടെ പൊന്നാടയിട്ട് ആദരിച്ചതുപോലെ റസൂലുള്ള ഷാളിട്ട് ആദരിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആദരിക്കപ്പെട്ട വ്യക്തി. ആ വ്യക്തി പറഞ്ഞുപോയി. സ്വാഭാവികമായിട്ട് ഇതാ ഞാൻ പറഞ്ഞത്, ഈ പിത്തന എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കൂടിയിരുന്നാൽ മതി. നിസ്കാരം കഴിഞ്ഞാണ്ട് വെളിയിലോട്ട് കുത്തിയിരിക്കുമ്പോൾ ആരെങ്കിലും 2 പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ആരെങ്കിലും ഹാജിയാർ പോകുന്നു. ജീവിതത്തിൽ ഹാജിയാർ ഒരാളുടെ പിത്തന പറഞ്ഞിട്ടില്ല. ഹാജിയാർ നീ അറിയില്ലയോ എന്നെ, അവള് പോയച്ച് ഒളിച്ചോടിയച്ച്. അവള് ഹജ്ജിന്റെ ഉംറയ്ക്ക് പോകാൻ വേണ്ടി പാസ്പോർട്ട് കൊടുക്കാൻ പോയതാ. കോഴിക്കോടായിപ്പോയി ട്രെയിൻ കിട്ടിയില്ല, കുടുങ്ങി ഒളിച്ചോടി അച്ചാജ്. അയ്യോ അവള് വലിയ നിസ്കാരം, തൊളുവേതെല്ലാം കള്ള വലിയ ആചാരെ പറയുന്ന. പിന്നെ അവളുടെ നിസ്കാരത്തെ കുറിച്ച്, പിന്നെ അവളുടെ ഭർത്താവിനെ കുറിച്ച്, പിന്നെ അവളുടെ തസ്ബീഹിനെ കുറിച്ച്, അല്ലാഹ് പിന്നെ തീർന്നു, ഇനി ഒന്നുമില്ല പറയാൻ.
ഒന്നുമില്ല പറയാൻ. അവള് ചിന്തിക്കണം. റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു വരുത്തി ആരെ? ഹസ്സാൻ ഇബ്നു സാബിത്ത്. വാ ഇവിടെ. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയെ കുറിച്ച് അപരാധം പറഞ്ഞ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ 80 അടി അടിക്കാൻ അല്ലാഹു തീരുമാനിച്ചു. റസൂലുള്ളാഹി 80 അടി. ഒരാളെ കുറിച്ച് അപരാധം പറഞ്ഞത് 80 അടി. അടുത്ത രണ്ടാമത് വിളിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ കിടന്ന് പണിയെടുത്ത് അവിടുന്ന് കിട്ടുന്നതും തിന്ന് അവിടുത്തെ വരുമാനം കൊണ്ട് ജീവിച്ച വ്യക്തിയാണ് മിസ്തഹ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടില അങ്ങനെയാണല്ലോ, കൂടുതൽ അങ്ങനെയാണല്ലോ. നമ്മുടെയൊക്കെ വീട്ടിൽ പണിയെടുക്കുന്നവനാണ് നമുക്കെതിരെ പാരപണിയുന്നത്, നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ് നമുക്ക് പാരപണിയുന്നത്. അത് ആദ്യം ചിന്തിച്ചോളി. പാല് കൊടുത്ത കൈക്ക് കടിച്ചാൽ പാല് കൊടുത്ത കൈക്ക് കടിച്ചാൽ, അങ്ങനെ പറയുന്ന സാധാരണ കൂടെ നിൽക്കുന്നവനാ പണിയെടുക്കുന്നത്. ശ്രദ്ധിച്ചോണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വീട്ടിൽ പണിയെടുത്ത മിസ്സാറുള്ളാഹു ബഹുമാനപ്പെട്ട ആയിഷ ബിയെ കുറിച്ച് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കിനി അവനെ വീട്ടിൽ ജോലിക്ക് നിർത്താൻ പറ്റൂല. ഇനി ഞാൻ അവന് ഒരു ഭാഗം കൊടുക്കയില്ല. അവൻ ഒരു തുള്ളി വെള്ളം പോലും എന്റെ കയ്യിൽ ഞാൻ കൊടുക്കൂല. അവനെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സാക്ഷ്യപ്പെടുത്തി അദ്ദേഹത്തെ വിളിച്ചിരുത്തി 80 അടി അടിച്ചു. നിരപരാധിയാണല്ലോ, 80 അടി അടിച്ചു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മൂന്നാമത് നബീന റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയുടെ അനിയത്തി ഹംന റളിയല്ലാഹു തആല അൻഹ, സൈനബ് റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിയുടെ ഭാര്യയുടെ അനിയത്തി ഹംന റളിയല്ലാഹു തആല അൻഹയും കൂടെ ഉണ്ടായിരുന്ന അപരാധം. എങ്ങനെയായാലും രണ്ടുപേരുടെ കൂടത്തിൽ പെണ്ണുങ്ങളും കാണുമല്ലോ. എടീ ശരിയാക്കൂടി ഒന്നും പറഞ്ഞില്ല, ഇതേ പറഞ്ഞുള്ളൂ. എടീ ശരിയാക്കൂടി, നീ ചൊന്നത് ശരിയാക്കൂടി എന്ന് മാത്രം പറഞ്ഞതേ. വിളിച്ചു വരുത്തി അവിടെ കൊണ്ടിരുത്തി 80 അടി. സ്വന്തം പൊണ്ടാട്ടിയുടെ തങ്കച്ചി. വേണമെങ്കിൽ റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കി കൊടുക്കാൻ. നബിയാണല്ലോ തീരുമാനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീതിമാനാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ലൗ അന്ന ഫാത്തിമത സറഖത്, എൻ്റെ മോള് ഫാത്തിമ മോഷ്ടിച്ചാൽ ലഖതഅതു യദഹാ, എൻ്റെ മകളാണ്, പക്ഷേ എനിക്കൊരു ദയയുമില്ല, അവൾ മോഷ്ടിച്ചാൽ അവളുടെ കൈ ഞാൻ വെട്ടിമാറ്റുമെന്ന് നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെങ്കിൽ, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ, ആ ഭാര്യയുടെ സ്വന്തം അനുജത്തിയാണ് സ്വന്തം ഭാര്യയെ കുറിച്ച് അപരാധം പറഞ്ഞത്. അടിക്കാൻ കൽപ്പിച്ചു 80 അടി. നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് ഒരു അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 അടി, ഇല്ലെങ്കിൽ 3 നോമ്പ് നമ്മൾ പിടിച്ചു വിടണം. അങ്ങനെ കണക്ക് നോക്കുമ്പോൾ 10,000 നോമ്പോളം പിടിക്കേണ്ടി വരും നമ്മുടെ ഒരു പെണ്ണ് സഹോദരിമാർ. 3 നോമ്പ് വെച്ച് ഒരു പ്രാവശ്യമല്ലല്ലോ പറയുന്ന ഒരു പെണ്ണിനെ കുറിച്ച്. എന്റെ മേലെ പറയല്ലേ. ഇപ്പൊ ഈ കൂട്ടത്തിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊരുത്തം വാങ്ങിയിട്ട് പോയിക്കോ. റമദാൻ നിങ്ങൾക്ക് റാഹത്തായിരിക്കും, ഇല്ലെങ്കിൽ റമദാൻ മോശമായി പോകും. അപരാധം പറയണ്ട, ആരെ കുറിച്ചും പറയരുത്. ഒരാളെ കുറിച്ച് ഉള്ളത് പറയൽ, ഗീബത്ത് ഇല്ലാത്തത് പറയൽ അപരാധം. അപ്പൊ ഗീബത്ത് പറഞ്ഞാൽ അള്ളാഹ് പുറത്തു തരൂല. ആരെ കുറിച്ചാണോ നീ ഗീബത്ത് പറഞ്ഞത് അവരോട് പോയി പൊരുത്തം വാങ്ങിയാലല്ലാതെ അള്ളാഹു പുറത്തു തരൂല. അതുകൊണ്ട് ഇപ്പൊ റമദാൻ മാസവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എഴുതാം. റമദാനൊക്കെ വരുന്നുണ്ട്, എല്ലാവരും പൊരുത്തപ്പെട്ടവരും. നമ്മൾ അവരെ നിങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും, അറിയാതെ അറിഞ്ഞുമൊക്കെ. നിങ്ങളെല്ലാവരും മാപ്പ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഞാൻ സൈനവ ഖദീജ, ഞാൻ പൊരുത്തം ചോദിക്കുന്നു. നിങ്ങളെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ അക്കാമാരും എനിക്ക് പൊരുത്തം തരണം. അപ്പൊ എല്ലാ അക്കാമാരും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. അല്ലാതെ പൊരുത്തം തന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. മാലിക് റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടോ? ഇവിടെ ഉണ്ടാ അബീവേ, ഇവിടെ കൂട്ടത്തിൽ ഉണ്ടാ? ഈ പെണ്ണുങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്തിന്റെ ന്യൂനതകൾ പറയാൻ പാടില്ല. ആണുങ്ങൾ കുളിപ്പിച്ചാലും ശരി പറയാൻ പാടില്ല. ആ ബാറിക്കടന്ന് അടി കൊണ്ടവന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പിറ്റേ ദിവസം എത്ര അടിയാളിയാ ഞാൻ അവന്റെ കുളിപ്പിച്ചപ്പം അവന്റെ കിഡ്നി എല്ലാം ഇളകിയിരിക്കുന്നു, തെള്ളി. അവന്റെ മണി ഒരെണ്ണം മൂളി കയറിയിരിക്കുന്നു. അർത്ഥം പറയല്ലേ, ഇവൻ പറയാം അർത്ഥം പറയല്ലേ. അവൻ പോയിട്ട് അടുത്തടുത്ത് ചായ കുടിച്ചോണ്ടിരിക്കും. നീ അർത്ഥം പറയല്ലേ, സേനതി എണ്ണം പറഞ്ഞ് അവൻ്റെ വല്ലാത്ത നീ അർത്ഥം പറയല്ലേ. അവൻ പോയി ചന്തയില്, നീ കേട്ടിയ സംഭവം അമേരിക്കയിലെത്തി പോയില്ലേ, കൈവിട്ടു പോയില്ലേ. സുബ്ഹാനല്ലാഹ്.
ഒരാൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ എന്ത് ന്യൂനത കണ്ടാലും പറയരുത്. പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അവന്റെ പാവം അല്ലാഹു പൊറുക്കൂല. അല്ലാഹു മാപ്പാക്കി തരട്ടെ. പറയരുത്. അതേപോലെ സഹോദരിമാർ, മാലിക് റളിയല്ലാഹു തആലാവിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പെണ്ണിന്റെ ഔറത്തിന്റെ ഭാഗം എത്തിയപ്പോ അവളൊന്ന് ചിന്തിച്ചു. അവള് ഈ ഔറത്ത് കൊണ്ട് എത്ര വ്യഭിചരിച്ചിട്ടുണ്ടാകാം. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു. ആ കൈ അങ്ങനെ തന്നെ അവിടെ ഇരുന്ന് പോയി. ആ കൈ അങ്ങനെ തന്നെ അവിടെ ആയിപ്പോയി. കൈ എടുക്കാൻ കഴിയുന്നില്ല, കൈ വലിക്കാൻ കഴിയുന്നില്ല. ഭയങ്കര പ്രശ്നങ്ങളായി. ആളുകളെല്ലാം ഒരുമിച്ചുകൂടി എന്ത് ചെയ്യണം? കൈ മുറിച്ചു മാറ്റി, അല്ലെങ്കിൽ അവളുടെ തുടയും കൂടെ ചേർത്ത് മുറിച്ചു മാറ്റി. ആകെ പ്രശ്നം. അന്ന് മാലിക് റളിയല്ലാഹു തആല ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ചില ആളുകൾ പറഞ്ഞു മാലിക് ഇമാമിന്റെ അടുത്ത് പോയി അന്വേഷിക്കുക. അങ്ങനെ മാലിക് ഇമാമിനെ പോയി അന്വേഷിച്ചു. മാലിക് ഇമാമ ചോദിച്ച ഒരേ ഒരു ചോദ്യം, ആ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരുന്ന പെണ്ണ് ആ മയ്യത്തിനെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യമായി ചിന്തിച്ചിരുന്നോ എന്ന് ചോദിക്കേ. ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ അവളെ വ്യഭിചരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതി. 80 അടി അടിക്കാൻ പറഞ്ഞു. അതേ സ്പോട്ടിൽ വെച്ച് ആ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തി 80 അടി അടിച്ചപ്പോ ആ കൈ തനിയെ മാറി. അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുമ്പോ എന്റെ പൊന്നു പെങ്ങളെ, ഇന്ന് നിങ്ങളുടെ കയ്യൊന്നും അങ്ങനെ ഇരിക്കൂലെങ്കിലും നാളെ ആഖിറത്തിൽ ഇടി കിട്ടും. ആ അടി വേറെ, ഈ അടി വേറെ. ഇവിടുത്തെ അടിക്ക് ഒരു സുഖമുണ്ട്, അവിടുത്തെ അടിക്ക് ഒരു സുഖവും കാണൂല. അതുകൊണ്ട് ഒരു മയ്യത്തിന് ആണുങ്ങൾ കുളിപ്പിച്ചാലും പെണ്ണുങ്ങൾ കുളിപ്പിച്ചാലും നമ്മൾ ഒന്നും പറയരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇദാ ഹളർതുൽ മയ്യിത ഫഖൂലു ഖൈറാ ഫഇന്നൽ മലായികത തുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. മയ്യത്ത് വീട്ടിൽ പോയാലും മയ്യത്തിന്റെ അരികിലിരുന്നാലും നല്ലതല്ലാത്തതൊന്നും പറയല്ലേ. കാരണം മലക്കുകൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്കും ആമീൻ പറയുന്നുണ്ട്. ആമീൻ 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 പറയും. അതുകൊണ്ടൊന്നും പറയാൻ പാടില്ല. അപ്പൊ അതൊക്കെ അപരാധമായി മാറും. ആ അപരാധം പറഞ്ഞാൽ ഏറ്റവും വലിയ ശിക്ഷയാണ്. അതുകൊണ്ട് നമ്മൾ പറയരുത്. ഇൻഷാ അല്ലാഹ് റമദാൻ മാസം വരികയാണ്. നമ്മൾ റമദാന് മുന്നോടിയായി ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. അതേപോലെ നിങ്ങളുടെ വാട്സപ്പിൽ ഒരാളുടെ ഐബ് ന്യൂനതകളെ കുറിച്ച് ഒരു മെസ്സേജ് വന്നാൽ നിങ്ങളത് ഡിലീറ്റ് ആക്കണേ, മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കല്ലേ. നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് അയക്കപ്പെട്ടാൽ അതിന്റെ ശിക്ഷ എന്താ? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. ആരെ കുറിച്ചെങ്കിലും അപമാനകരമായ ഒരു മെസ്സേജ് നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്തിയാൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നിന്നെ ശിക്ഷിക്കാതെ വിടൂല. അതുകൊണ്ട് പൊന്നു സഹോദരി സഹോദര, ഇത് ഇസ്ലാമിന്റെ ചൈതന്യമാണ്, ഇത് ഇസ്ലാമിന്റെ ചാരിതാർത്ഥ്യമാണ്, ഇത് ഇസ്ലാമിന്റെ നിയമതത്വങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ പറയുന്നവനാണ്. അല്ലാഹു നമ്മുടെ ഐബുകളും ന്യൂനതകളും മറച്ചു വെക്കുന്നവനാണ്. ഒരു സഹോദരനോ ഒരു സഹോദരിയോ ഒരാളുടെ ഐബുകൾ ന്യൂനത വെളിപ്പെടുത്തിയാൽ അവൻ മരിക്കുന്നതിന് മുമ്പ് അവന്റെ ന്യൂനത അല്ലാഹു വെളിപ്പെടുത്താതെ മരിപ്പിക്കൂല. അവൻ വീടിന്റെ ഉള്ളിലിരുന്നാലും ശരി, വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നാലും ശരി, അള്ളാഹു അവനെ ഐബാക്കും. അള്ളാഹു അവനെ ഐബാക്കും. ഈ വീടിന്റെ ഉള്ളിലിരിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു വരാനാണ് ഇന്ന് മൊബൈൽ കണ്ടുപിടിച്ചത്. ഓർത്തുള്ളി, ഞാൻ വീട്ടിന്റെ ഉള്ളിൽ ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാണ്, ആരും അറിയത്തില്ല. പുറത്ത് ഞാൻ വലിയ മാന്യനാണ്. അകത്തത്ത് നിന്റെ ന്യൂനത അള്ള വെളിയിൽ കൊണ്ടുവരും നീ ഒരാളെ കുറിച്ച് ഐബ് പറഞ്ഞാൽ. അതുകൊണ്ട് ആ പണി വേണ്ട, ആ പണി നമുക്ക് വേണ്ട. ഇൻഷാ അല്ലാഹ് ആരെ കുറിച്ചും പറയണ്ട, പൊരുത്തം വാങ്ങിയരെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇടപാടുകൾ എന്ത് ചെയ്യണം? തീർക്കണം. നമ്മുടെ സഹോദരങ്ങളോ വാപ്പായോ ഉമ്മായോ വല്ല കടക്കാരനായിട്ടാണ് മരിച്ചതെങ്കിൽ ആ മക്കൾ, ആ മാതാപിതാക്കളുടെ ഇടപാട് തീർക്കണം. തീർക്കാതെ മരിച്ചാൽ സ്വർഗത്തിൽ കയറൂല, സ്വർഗത്തിൽ കയറൂല. ഹദീസ് തന്നെയുണ്ട്. ഒരു വലിയൊരു മഹാനുണ്ട്, മുഹമ്മദ് ഇബ്നു അബീ സിനാൻ റഹിമഹുല്ലാഹ്. വലിയ ഒരു പണ്ഡിതനാണ്, സൂഫി വര്യനാണ്, വലിയാണ്, അല്ലാഹുവിന്റെ ആരിഫാണ്. 60 വർഷമേ ദുനിയാവിൽ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം ആ 60 വർഷത്തിനുള്ളിൽ തണുത്ത വെള്ളം കുടിച്ചിട്ടില്ല, നല്ല പരിപരുത്ത മെത്തയിൽ കിടന്നിട്ടില്ല, വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഹിസാബിനെ പേടിച്ച്. അള്ളാഹെ പേടിച്ചിട്ട് തണുത്ത വെള്ളം കുടിച്ചില്ല. തണുത്ത വെള്ളം കുടിക്കുന്നതിനൊക്കെ ഹിസാബുണ്ട്. അവ്വലുമാ യുസ്അലുൽ അബ്ദു യൗമൽ ഖിയാമത്തി മിനൻ നഈം അലം നുസഹി ജിസ്മക വനുറവിക മിനൽ മാഇൽ ബാരിദ്. നിനക്ക് ഞാൻ തണുത്ത വെള്ളം തന്നില്ല. ഷാർജ ജ്യൂസ് കുടിക്കുന്നവനെല്ലാം നാളെ ഹിസാബ് പറയണം. ഞാൻ കുടിക്കൂല.
തണുത്ത വെള്ളം കുടിക്കുന്നതിനൊക്കെ ഹിസാബുണ്ട്. നിനക്ക് ഞാൻ തണുത്ത വെള്ളം തന്നില്ലേ, നീ കുടിച്ചിട്ട് അൽഹംദുലില്ലാ പറഞ്ഞോടാ ചോദിക്കും. ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാ നീ തന്നല്ലോ അല്ലാഹ്, അൽഹംദുലില്ലാ. അത് ഓരോ തുള്ളിക്കും അള്ളാന്റെ അടുക്കൽ ഹിസാബുണ്ട്, ഓരോ തുള്ളിക്കും. അപ്പൊ ഈ സഹാബി, ഈ മഹാമനുഷ്യൻ ഒരു തണുത്ത വെള്ളവും കുടിച്ചിട്ടില്ല, നല്ലതുപോലുള്ള വിഭവങ്ങൾ കഴിച്ചിട്ടുമില്ല, മന്തിയോ ബിരിയാണിയോ ഒന്നും കഴിച്ചിട്ടില്ല, ഉണക്ക റൊട്ടി. പേടിച്ചിട്ട് ഹിസാബ് കുറയാൻ വേണ്ടിട്ടേ പേടിച്ചിട്ട് അദ്ദേഹം മരിച്ചു. കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ സ്വപ്നത്തിൽ കണ്ടു. കൈഫ ഫഅല റബ്ബുക, മഹാനവറുകളെ ഉസ്താദേ, അല്ലാഹു നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയത്? ഉടനെ ആ മഹാനുഭാവൻ പറഞ്ഞു, ഖൈറാ ഇല്ല അന്നി മഹ്ബൂസുൻ അനിൽ ജന്ന. എല്ലാം ശരിയാണ്, എല്ലാം നല്ലതാണ്, പക്ഷേ സ്വർഗത്തിൽ കയറാൻ പറ്റാതെ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗപ്രവേശനം എന്റെ മുന്നിൽ തടയപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരു സൂചിയുടെ നൂലിന്റെ പേരിലാണ് അയൽപക്കത്തിൽ നിന്ന് ഞാൻ കടം വാങ്ങിയ സൂചിയായിരുന്നു. അത് മടക്കി കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ മരിച്ചുപോയി. ആ സൂചി നൂല് എന്റെ വീട്ടിലിരിപ്പുണ്ട്, മടക്കി കൊടുത്തില്ല. ആ ഒരു ചെറിയ സൂചിയുടെ നൂലിന്റെ പേരിൽ അന്നി മഹബൂസുൻ അനിൽ ജന്ന, സ്വർഗത്തിൽ പോകാൻ പറ്റാതെ ഞാൻ കുടുങ്ങിക്കിടക്കാം. ചെറിയ സൂചി നൂല് ആലോചിച്ച് നോക്കിയ അബീവേ, അതിന് അത്രയും പറഞ്ഞത് ചെറിയ ഒരു കാര്യമാണെങ്കിൽ, മറ്റുള്ളവന്റെ ഹക്കാണെങ്കിൽ നമ്മൾ ഈ നിസ്കരിച്ചിട്ട് ബാധ്യത്തിട്ടും കാര്യമില്ല, സ്വർഗത്തിൽ പോവില്ല. ഞാൻ ഇഷ്ടം പോലെ അതിൽ ഇപ്പം തന്നെ ഓതിത്തരാം, എനിക്കൊന്നും ഒരു അള്ളാന്റെ ഫضലിന്റെ പ്രശ്നമില്ല, ഞാൻ ഓതിത്തരാം, ഇത്ര വേണം ഓതിത്തരാം. നിങ്ങൾ പിന്നെ ടെൻഷൻ അടിക്കും, കാരണം നമ്മളെല്ലാം ബാധ്യതയുള്ളവരാണ്. എന്തിനാണ് ഈ പറയുന്നത്? ടെൻഷൻ അടിപ്പിക്കാനല്ല, ആഖിറത്തിലെ ടെൻഷൻ കുറയ്ക്കാനാണ് പറയുന്നത്. ഇനി നമുക്ക് ജീവിക്കാൻ അള്ള സമയം തന്നിട്ടുണ്ടെങ്കിൽ ഈ ഉള്ള സമയം നമ്മുടെ ഇടപാടുകളൊക്കെ തീർക്കുക, അല്ലെങ്കിൽ എഴുതി വെക്ക്. ഒരു ബുക്ക് എടുത്തിട്ട് ഭാര്യയെ ഏൽപ്പിക്ക്, എടി എനിക്ക് ഇന്ന കടയുണ്ട്, ഇത്രയൊക്കെ ഉണ്ട്, ഇത്ര കിട്ടാനുണ്ട്, ഞാൻ ഇത്ര പേര് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ. നമ്മൾ ആരെങ്കിലും നമ്മൾ മരിച്ചുപോയാലോ നമ്മുടെ മക്കളെങ്കിലും ഈ ഇടപാടുകൾ കൊടുത്തു തീർക്കട്ടെ, എഴുതി വെക്ക്. വലിയൊരു ബാധ്യതയാണ്, എഴുതി വെക്ക്. മരിച്ചു പോയാൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. പിന്നെ അവിടെ കിടന്ന് കൈയും കാലം പിടിച്ചാല് റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. പടച്ചവനെ, പടച്ച റബ്ബേ, ഒരവസരം കൂടി നൽകി ഞങ്ങളെ മടക്കണേ അല്ലാ. ഇനി മേലിൽ ഒരു തെറ്റ് ചെയ്യൂല, ഒരു ബാധ്യതയും ബാക്കിയാക്കൂല അല്ലാ. എല്ലാം ഞങ്ങൾ വീട്ടിൽ കൊള്ളാൻ കൊടുത്തു വിടാൻ പടച്ചവരെ ഒരവസരം നൽകി ദുനിയാവിലേക്ക് മടക്കണേ അല്ലാ, മടക്കണേ അല്ലാ. ശ്രദ്ധിച്ചോണം, അമാനത്ത് വലിയ സംഭവമാണ്. ആശുപത്രികളൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സുമാര് അവിടെ നിന്ന് ചുമ്മാ ഓസിന് കിട്ടുന്ന ഗുളിയൊന്നും പറക്കിക്കൊണ്ട് വരരുത്. പാരസെറ്റമോൾ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്, വായു ഗുളി ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ വിറ്റാമിൻ്റെ ഗുളിയുണ്ട്. നിയമം നിനക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരരുത്. അതെന്നാളെ ഹിസാബിട്ട്. അംഗൻവാടിയിലെ ടീച്ചർമാര് പിള്ളേർക്ക് കൊടുക്കാനുള്ള ഗോതമ്പും അതിന്റെ ഉണ്ടയും ആ ഉപ്പുമാവും അതെല്ലാം കൂടെ നീ ബാഗിനകത്ത് കയറ്റി വെച്ച് വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്കും മക്കൾക്കും തങ്കച്ചിക്കും എല്ലാം കൊടുത്താൽ നാളെ ആഖിറത്തിൽ പൊന്നക്ക ഇതെല്ലാം പൊക്കി കൊണ്ടുവരേണ്ടി വരും. നാളെ ആഖിറത്തിൽ ഇതെല്ലാം കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് അത് സൂക്ഷിക്കണം, അത് സൂക്ഷിക്കണം, എല്ലാം സൂക്ഷിക്കണം. ഇതെന്താ അമ്മാനത്ത് അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവരുന്നത്? 6 ഗ്രാമില്ല, അത് ജോലിയൊന്നും ഒന്നുമില്ല. അല്ല, ഇപ്പോൾ പോയായിരിക്കും 1 കിലോ ഗ്രീൻ ആപ്പിൾ മേടിക്കാൻ, ലേലം പിടിക്കാൻ പോയി. അതെ മേടിക്കാൻ, അത് കിട്ടിയില്ല, നടന്നു പോയി പിടിച്ചോണ്ട് വന്നാണ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. ലേലം വിളിക്കാം. ഉസ്താദന്മാർ അത് പ്രസംഗിക്കുന്നതും പോലെ ലേലം കൂടെ വിളിച്ചു കൊടുക്കും. അല്ലാഹു അക്ബർ. ഇത്രയൊക്കെ വേദനിപ്പിച്ചാൽ പോരെ? അപ്പം ഇത്രയും കേട്ടതന്നെ മതിയായിരിക്കാണ് ആൾക്കാർ. നമ്മളിതൊക്കെ ഒന്ന് തിരിച്ച് പാവങ്ങളിൽ നിന്നെല്ലാം പശ്ചാത്തപിച്ച് ഇടപാടുകളൊക്കെ തീർത്ത് റാഹത്തായിട്ട് സന്തോഷമായിട്ട് ഈ ദുനിയാവിൽ മരിക്കണം. നമ്മുടെ ശേഷം വരുന്ന മക്കൾ നമ്മുടെ ബാധ്യതകളൊക്കെ തീർക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. നടക്കൂല, ഇന്നത്തെ കാലത്ത് നടക്കൂല. അതുകൊണ്ട് ഇടപാടുകളൊക്കെ ഒഴിവാക്കുക. കഴിവതും ഈ പലിശയ്ക്ക് പൈസ എടുക്കുന്നതും ഈ പണയം വെക്കുന്നതും ഒക്കെ ഒഴിവാക്കുക. പണയം വെക്കലേ ഹറാം, അത് പലിശയാണ്. അല്ല, നമ്മൾ തിന്നുന്നില്ലല്ലോ ഉസ്താദെ, നീ തിന്നണ്ട, നീ തീറ്റിക്കുകയാണ് മറ്റൊരാളെ. ബാങ്കുകാരനെ നീ തീറ്റിക്കുകയാണ്. ഒരു വള കൊണ്ട് വെച്ചിട്ട് 50,000 രൂപ കടമെടുത്ത് തിരിച്ചടയ്ക്കുമ്പോൾ 60,000 അടയ്ക്കണം. ആ 10,000 രൂപ അവനെ നീ പലിശ തീറ്റിച്ചു, നീ തിന്നണ്ട. നബി തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു റിബ ആകിലഹു വ മൂകിലഹു, തിന്നുന്നവനും തീറ്റിക്കുന്നവനും ശപിക്കപ്പെട്ടവനാണ്.
പോയി. വണ്ടി CC എടുത്തിട്ട് നമ്മൾ പൈസ അവനെ തീറ്റിക്കുകയാണ്. അപ്പൊ സൗദിയിലുണ്ടല്ലോ, അവിടെ ദുബായിലുണ്ടല്ലോ. സൗദിയും ദുബായും ഒന്നും അല്ല, അള്ളാഹും റസൂലും പറഞ്ഞത് കേൾക്കുക. സൗദിക്കാരൻ പറഞ്ഞതും ദുബായിക്കാരൻ പറഞ്ഞതും. സൗദിയിൽ ഇപ്പൊ മുണ്ടില്ലാതെ നടക്കുന്നത് നമ്മുടെ വീട്ടിൽ നടക്കുമോ മുണ്ടില്ലാതെ? ഞാൻ ഇപ്പൊ സൗദിയിൽ പോയപ്പോ ഒരു അണ്ടർവെയർ ഇട്ട് ഒരു അറബി ഇമാമത്തേക്കുന്നു, പിറകില് കമീസിട്ട് മഅ്മൂമിങ്ങളും പിന്നെ മഹയന്മാര് നിൽക്കുന്നത്. അണ്ടർവെയർ ഇട്ട് അവൻ നിസ്കരിപ്പിക്കുക. ഇങ്ങനെയുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അയാളടുത്ത് പറഞ്ഞാൽ വിശ്വാസമില്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായിരിക്കും അവസ്ഥ? ദുനിയാവിൻ്റെ അവസ്ഥ. നമ്മൾ നിസ്കരിക്കോ? നമ്മുടെ പള്ളിയിലെങ്ങാനും മുസ്ലിയാരെങ്ങാനും അണ്ടർവെയർ ഇട്ട് നിസ്കരിച്ചോളൂ, രംഗം എന്തായിരിക്കും? മുസ്ലിയാർക്ക് കേരളത്തിൽ ഒരു പള്ളിയിലും ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. അണ്ടർവെയർ മുസ്ലിയാർ എന്ന് പേര് തന്നെ ഇട്ടുള്ള അയാൾക്ക്. അത് തന്നെ. ഞങ്ങളുടെ ഒരു തങ്ങളുണ്ട്, വെജിറ്റബിൾ തങ്ങൾ, പച്ചക്കറി തങ്ങളെന്ന്. എന്തോ അങ്ങനെ പച്ചക്കറി ഇട്ട തങ്ങളുടെ പേരായിട്ടായിരിക്കും പച്ചക്കറി തങ്ങളെന്ന് പേരെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ അവിടെ മലപ്പുറത്തും കണ്ടൊരു ബർമൂഡ തങ്ങളുണ്ടെന്ന്. അങ്ങനെ എപ്പോഴും ബർമൂഡ ഇട്ട് നടക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് സംഭവം. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇടപാടുകളൊക്കെ തീർക്കണം എല്ലാവരും കേട്ടോ. ഹക്കിടപാടുകളൊക്കെ മൊത്തത്തിൽ തീർത്ത് തൗബ ചെയ്ത് പരസ്പരം കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. മിണ്ടാത്തവരുണ്ടെങ്കിൽ മിണ്ടണം. മിണ്ടാതെ കണ്ട് സ്വർഗത്തിൽ ഇപ്പം നടക്കൂല. അത് നടക്കൂല. അജ്ജരെ എത്ര ഹജ്ജ് ചെയ്താലും മാമിയടുത്തും അമ്മായി അമ്മയടുത്തും അക്കാടത്തും കൊച്ചത്താടത്തും ചിന്നമ്മാടത്തും ഒക്കെ പോയി സലാം പറഞ്ഞ് മിണ്ടിക്കോണം. മിണ്ടാത്തടത്തോളം കാലം നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല, സ്വർഗത്തിലും പോകാൻ പറ്റൂല. എൻ്റെ ഹദീസ് ഒത്തിരി ഉണ്ട്. വാശിയും വൈരാഗ്യവും ഒന്നും നമ്മൾ ആരെടുത്ത് കാണിക്കാനാ? ആരെടുത്ത ഈ വാശി? നമുക്കെന്ത് വാശി വൈരാഗ്യം? ചുമ്മാ ചെറിയ വിഷയത്തിലാണ് ഈ മിണ്ടാ നടക്കുന്നത്. അണ്ണനും തമ്മിയും മിണ്ടൂല, അക്കായും തങ്കച്ചിയും മിണ്ടൂല, മരുമോനും മാമിയും മിണ്ടൂല, അമ്മായി മരുമോളും മാമിയും മിണ്ടൂല. എന്തൊരു പ്രശ്നമാണ്! എല്ലാവർക്കും നിസ്കാരം. എന്ത് നിസ്കാരം? അയ്യേ, ഈ നിസ്കാരത്തിനൊന്നും ഒരു വാല്യൂ ഇല്ല, ഒരു പ്രയോജനമില്ല. പരസ്പരം നമ്മൾ മുസ്ലിങ്ങളാണ്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ പരസ്പരം കണ്ടാൽ നമ്മൾ എല്ലാവരും കണ്ട് സലാം പറ. ശരി, വലിയ നിനക്ക് ബാധ്യതയുള്ളവനാണ്, പൈസയുള്ളവനാണ്, ഒരു സലാമെങ്കിലും പറഞ്ഞിട്ട് നീ ആ ബന്ധം ചേർക്ക്. ഒരു സലാം പറഞ്ഞാൽ മതി. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ബാക്കിയുള്ള കേസും വഴക്കും ഒക്കെ നടക്കട്ടെ. കണ്ണുകൊണ്ട് കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കും, ഒരു സലാം പറ. അതിലൂടെ നിന്റെ ഇബാദത്ത് സ്വീകരിക്കും, സ്വർഗത്തിലെത്താൻ കഴിയും. അള്ളാഹ് നിന്നോട് വിട്ടുവീഴ്ച ചെയ്യും. ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞില്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ജോലിക്കാരനെ ഇനി എന്റെ വീട്ടിലേക്ക് അടുപ്പിക്കില്ല എന്ന് ശപഥം ചെയ്ത് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയത്തിറക്കുകയാണ്. അലാ തഅഫൂ വതസ്ഫഹൂ യഗ്ഫിറുല്ലാഹു ലക്കും. അബൂബക്കറേ, അല്ലാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരുന്നത്, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ലേ? വാശിയോട് കൂടിയാ പറഞ്ഞ റസൂൽ. ഇനി മേല എനിക്കവൻ എന്റെ വീട്ടിൽ വേണ്ട. അള്ളാഹ് റസൂൽ എനിക്ക് വേണ്ട. നമ്മൾ നിർത്തുവോ? നമ്മുടെ മോളെ കുറിച്ച് അപരാധം പറഞ്ഞ ഒരുത്തനെ പിന്നെ നമ്മുടെ വീട്ടിൽ നിർത്തുവോ? ഞാൻ അടിക്കാതെ വിട്ട് തന്നെ ഹയർ. നീ അവനോട് ജോലിക്ക് വേണ്ട. ബഹുമാനോട്ട് അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ തീരുമാനം എടുത്തു. നീ അവനെ വേണ്ട എന്റെ വീട്ടിൽ. അള്ളാഹ് എത്ര റസൂലെ അബൂബക്കറിനോട് പറ, അള്ളാഹ് എത്ര വിട്ടുവീഴ്ച ചെയ്യുന്നു, ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തൂടെ? ഈ ആയത്തിറങ്ങിയപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ അബൂബക്കർ പറഞ്ഞു, പൊട്ടിക്കരഞ്ഞു, നബിയെ ഞാൻ പൊരുത്തപ്പെട്ടു, ഞാൻ വിട്ടുവീഴ്ച ചെയ്തു, അവനെ ഞാൻ എൻ്റെ വീട്ടിൽ ജോലിക്ക് തിരിച്ചെടുക്കാം. അള്ളാഹ് പുറത്തു തരൂന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് സഹാബാക്കളുടെ മനസ്സ് മാറി. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ പറയാണ്, അള്ളാഹ് നമുക്ക് പുറത്തു തരും നമ്മുടെ കുടുംബക്കാരോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ. ഞാൻ പറയാണ്, ഉറപ്പ് പറയാണ്, നമ്മുടെ കുടുംബക്കാരോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് എല്ലാം മറന്ന് അവനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് പൊരുത്തം തരണം. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ്. നമുക്ക് നാളെ സ്വർഗത്തിൽ കാണേണ്ടവരാണ്, സ്വർഗത്തിൽ വസിക്കേണ്ടവരാണ്. മാപ്പ് ചെയ്യണമെന്ന് സന്തോഷത്തോടുകൂടി ഇന്ന് രാത്രി പോയി അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചാലേ ഞാൻ പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും 100ക്ക് 100 വട്ടം. തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? വേണമെങ്കിൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ അവിടെ ചെന്ന് അടി കൊള്ളുമ്പോ അയ്യോ അതെന്താ മുസ്ലിയാരുണ്ടെങ്കിൽ ചൊന്നതാ കണ്ണേ കേട്ടാ മതിയായിരുന്നു അല്ലോ എന്ന് പറയരുത്. അതുകൊണ്ട് ഒരുപാട് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ.
നമുക്കെല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ പറഞ്ഞതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, തൗബ ചെയ്യണം. ഒരുപാട് തെറ്റുകളൊക്കെ നമ്മളൊക്കെ ചെയ്തു പോയവരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സാധുക്കൾ നിങ്ങളെ വന്ന് സമീപിക്കുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം, ഒരു പാവപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പാൻ ഒരു റമദാനിന്റെ കിറ്റ്, രോഗികൾക്കുള്ള സഹായം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നൊരു പ്രചോദനം കൊടുക്കണം. നമുക്ക് പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ നിയത്തി ചെയ്യണം, അല്ലാഹുവേ എനിക്കിന്ന രോഗം നീ വരുത്തല്ലേ, എനിക്കിന്ന ടെൻഷൻ, ഇന്ന പ്രശ്നം വരുത്തല്ലേ, എനിക്കിന്ന ദാരിദ്ര്യം നീ വെക്കല്ലേ അല്ലാഹ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് അങ്ങനെ ഒരു നിയ്യത്തിൽ വേണം നമ്മൾ ഈ സദഖ ചെയ്യാൻ. അതിലൂടെ നമുക്ക് വലിയ കൂലി കിട്ടും. അതേപോലെ നമ്മുടെ റമദാൻ മാസം വരുമ്പോൾ നമ്മുടെ സക്കാത്തിന്റെ വിഹിതം നമ്മൾ കണക്ക് കൂട്ടണം. അത് പിടിച്ചു വെക്കല് പെങ്ങളെ, അത് തീയാണ്. ഫർള് നിസ്കാരം, ഫർള് നോമ്പ് എങ്ങനെ നിർബന്ധമാണോ അതുപോലെ തന്നെയാണ്. എൻ്റെ കയ്യിൽ 10,000 രൂപ ഒരു വർഷം ഉണ്ടായിരുന്നു. ഒരു വർഷം എൻ്റെ കയ്യിൽ 10,000 രൂപ എൻ്റെ പേഴ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ 250 രൂപ അതിൽ നിന്ന് എടുത്ത് നമ്മൾ അങ്ങോട്ട് കൊടുത്തേക്കണം. ഇത്രയും കൊണ്ട് സക്കാത്ത നമ്മുടെ വിഹിതമല്ല. സ്വർണ്ണ ഇരിപ്പുണ്ട്, ഒരു 2.5% കൊടുത്തേക്ക്. 100 പവൻ ഇരിപ്പുണ്ട്. എന്തിനിത്? ഒരു 2.5% അതിൽ നിന്ന് അതിൽ കണക്ക് കൂട്ടിയിട്ട് അത് സാധുക്കൂട്. അവളുടെ കുട്ടി ഒരു മുട്ടുകമ്മൽ വാങ്ങിച്ചിട്ടെ. ജീവിതത്തിൽ ഒരു സ്വർണ്ണ മോതിരം ഇടാത്ത എത്രയോ പാവപ്പെട്ട പെണ്ണുങ്ങളുണ്ട്. വിധിയില്ല. ഒരു കമ്മലില്ലാത്ത, ഒരു മാലയില്ലാത്ത, നിന്റെ സക്കാത്തിൽ നിന്നെടുത്ത് നീ ആ പാവപ്പെട്ട മോൾക്ക് നീ കൊടുക്ക്. അവളത് ഇട്ടുകൊണ്ട് സ്കൂളിലും മദ്രസയിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ കൂലി ചെറുതല്ല പെങ്ങളെ, ചെറുതല്ല. നിന്റെ സമ്പത്തിലും നിന്റെ ജീവിതത്തിലും അള്ളാഹു ബർക്കത്ത് ഏറ്റി തരാൻ അതൊരു കാരണമാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ റമദാൻ മാസത്തിൽ നമ്മൾ കാര്യമായ രീതിയിൽ നമ്മൾ നല്ലതുപോലെ സദഖ ചെയ്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ സ്വാഭാവികമായി പടച്ചവൻ നമുക്ക് ബർക്കത്ത് തരും. നമ്മുടെ നിയ്യത്ത് അള്ളാഹു ഖബൂലാക്കി തരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അതിൽ പിശുക്ക് കാണിക്കരുത്. സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കരുത്. പിശുക്ക് കാണിച്ച അള്ളാഹ് പിശുക്ക് നമ്മളോട് കാണിക്കും. നിന്റെ പൈസ കൊണ്ട് അള്ളാഹ് ആശുപത്രി തള്ളും, അത് ഉറപ്പാ, യാതൊരു സംശയമില്ല. അതിന് ഇരട്ടി അള്ളാഹ് 10 മടങ്ങ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ശിക്ഷ തരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ സക്കാത്തും സദഖകളുമെല്ലാം നല്ല രീതിയിൽ ചെലവ് ചെയ്ത് സാധുക്കളെ കണ്ടെത്തി കൊടുത്ത്, അത് നമ്മൾ ഈ ചുമ്മാ വീടിന്റെ വാതിലിക്കൽ വരുമ്പോൾ ഒരു പിച്ചച്ചട്ടി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കലൊന്നുമല്ല. സക്കാത്ത് അതിന്റെ മഹത്വത്തോടു കൂടി അർഹതപ്പെട്ട നിലയിൽ 8 പേരുണ്ട്, കുറഞ്ഞത് 3 പേർക്ക് കൊടുക്കണം. 8 പേരുണ്ട്, അതിൽ 3 പേർക്കെങ്കിലും കുറഞ്ഞു കൊടുക്കണം. ഒരു 10,000 രൂപ ഉണ്ട്, എന്തെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള ഒരു വഴി കണ്ടെത്തിയാൽ ഒരു ആടിനെ വാങ്ങിച്ചു കൊടുക്കുക. ആടിനെ അതുപോലുള്ള സക്കാത്തിൽ നിന്ന് അവർക്ക് കൊടുത്തിട്ട് വേണം വാങ്ങാൻ. അല്ല നമ്മൾ ആടിനെ മേടിച്ച് അങ്ങോട്ട് കൊടുക്കലല്ല വേണ്ടത്. ആദ്യം പൈസ അവർക്ക് കൊടുത്തിട്ടൊക്കെ ഇതുപോലുള്ളതൊക്കെ വാങ്ങിച്ചു തരണം. അല്ലെങ്കിൽ സക്കാത്തിൻ്റെ ഒരു വിങ് ഉണ്ടാകണം. അവരത് ചെയ്തിട്ട് ആടോ വീടോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അല്ലാതെ കുറച്ച് കോഴിയെ അവർക്കൊരു ജീവിത വരുമാനം കണ്ടെത്തണം. അല്ലാതെ ചുമ്മാതെ ഈ 2,000 രൂപ 3,000 രൂപ കൊണ്ട് കൊടുക്കുമ്പോൾ അവരത് അൽബവും അടിച്ചു തിന്ന് അത് അവരെ വഴിക്ക് പോകും. എന്തെങ്കിലും ഒരു ജീവിത മാർഗം കണ്ടെത്തി കൊടുക്കും. അതിന് നിങ്ങളെല്ലാവരും തയ്യാറായി. അൽഹംദുലില്ലാ, സാധുക്കളുടെ കണ്ണുനീരൊപ്പിൻ പടച്ച തമ്പുരാൻ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെയും നിങ്ങളുടെയും ഈ സാധു സംരക്ഷണ സമിതിയുടെയും എല്ലാ നല്ല നിയ്യത്തുകളെയും അള്ളാഹു കബൂലാക്കട്ടെ. ഇത്രയും സമയം ഇവിടെ വന്നിരുന്ന് ഇതിനെ ആവേശത്തോടുകൂടി അൽഹംദുലില്ലാ ഈ റമളാനിന്റെ മുന്നോടിയായ ഈ ഷഅബാനിന്റെ നല്ല രാവിൽ ഈ സ്വർഗീയ മജ്ലിസിൽ വന്നിരുന്ന ഉമ്മമാർക്കും സഹോദരങ്ങൾക്കും അള്ളാഹു സ്വർഗം ഇതിന് പ്രതിഫലമായി അള്ളാഹുവിനെ നൽകണേ പടച്ചവനെ. എല്ലാ ഖൈർ ബർക്കാത്തുകൾ കൊണ്ട് നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഈ സാധനം മാലിക്കായ അല്ലാഹ് പടച്ചവനെ, ആ സഹോദരന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ പടച്ച റബ്ബേ. അല്ലാഹുവേ, എല്ലാ തെറ്റുകുറ്റങ്ങളും പൊരുത്തപ്പെട്ട് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനം നൽകി അലങ്കരിക്കണേ അല്ലാഹ്. അവരുടെ മനോദുഃഖങ്ങളും വിഷമങ്ങളും മാറ്റിക്കൊടുത്ത് അർഹമായ ഒരു കൈകളിലേക്ക് ആ പൊന്നുമോളെ ഏൽപ്പിക്കണേ പടച്ച റബ്ബേ. ആ മാതാപിതാക്കൾക്ക് പൂർണ്ണ സന്തോഷവും സമാധാനവും നൽകല്ലാ.
ഇതിൻ്റെ സംഘാടകനായ ഇതിൻ്റെ പ്രസിഡന്റ് അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ ശാരീരികവും മാനസികവുമായ സകല വിഷമങ്ങളും മാറ്റി കൊടുക്കണേ പടച്ച റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ യാ മഅബൂദ് യാ മൻ ലാ തറാഹുൽ ഉയൂൻ വലാ തുഖാലിതുഹുൽ ളുനൂൻ വലാ യസിഫുൽ വാസിഫൂൻ വലാ തുഗയ്യിറുൽ ഹവാദിസ് വലാ യഖ്ശ الدوائر يعلم مثاقيل الجبال ومكاييل البحار يعلم عدد قطر الأمطار يعلم عدد ورق الأشجار يعلم عدد ما ظلم عليه الليل وأشرق عليه النهار ولا تواري منه سماء ولا أرض أرضا ولا بحر ما في قعره ولا جبل ما في بحره. اللهم اجعل خير أعمالنا آخره وخير أعمالنا خواتمه وخير أيامنا يوم نلقاك فيه. اللهم صل وسلم وكرم ومجد وعظم وبارك وانعم على سيدنا ووسيلتنا وحبيبنا وشفيعنا ومولانا وهادينا وفخرنا وذخرنا ومنجانا وملجانا محمد صلى الله عليه وسلم وعلى آله وأصحابه وتباعه عدد ما في علم الله صلاة تكون لك رضا ولحقه أداء. اللهم احفظنا بها من جميع الأشرار واحسن بها ختامنا يا خالق الليل والنهار. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم برحمتك نستغيث برحمتك نستغيث برحمتك نستغيث. أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. അല്ലാഹുവേ പടച്ചവനെ കരുണക്കടലായ നാഥ, മുബാറക്കായ രാവ്, മുബാറക്കായ മജ്ലിസ്, മുബാറക്കായ മാസം, അല്ലാഹ് നീ ഇഷ്ടപ്പെട്ട സദസ്സിൽ വന്നിരുന്ന മണിക്കൂറുകളോളം നിന്നെ കുറിച്ച് പഠിച്ചവരാണ്, കേട്ടവരാണ്. പടച്ചവനെ നിന്റെ വചനത്തിന് വേണ്ടി സദഖകൾ നൽകിയ മജ്ലിസാണ്. അല്ലാഹുവേ ഈ സദസ്സിൽ വന്നവരെ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഹായിബാക്കല്ലേ അല്ലാഹ്, ഖാസിറാക്കല്ലേ അല്ലാഹ്. ദുനിയാവിന്റെ ഒരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല പടച്ചവരെ, നിന്നെ കണ്ടെത്തലാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലാഹ്. ആ സ്വർഗത്തിലെത്തലാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം പടച്ച റബ്ബേ. ഞങ്ങളുടെ രോഗത്തിന് ശിഫ കണ്ടെത്തലാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലാഹ്. ഈ സദസ്സിൽ വന്ന ഒരാളെ നിരാശരാക്കല്ല പടച്ചവനെ. നിദ്രാരഹിതരായി വിശ്രമരഹിതരായി പല ജോലികളും മാറ്റിവെച്ചിട്ട് പടച്ച റബ്ബേ ഈ തിരക്കുള്ള സമയത്ത് നിന്റെ ഇൽമു കേൾക്കാൻ നേരത്തെ വന്നവരാണ് റബ്ബേ. അനുഷിന്റെ തണല് പ്രതിഫലമായി നൽകണേ അല്ലാഹ്. ഹൗദുൽ കൗസറിന്റെ വെള്ളം വാങ്ങി തരണേ പടച്ചവനെ. നബിതങ്ങളുടെ ശഫാഅത്തിന് അർഹത നൽകണേ അല്ലാഹ്. സകലമാന തെറ്റുകളും ഈ മജ്ലിസിൽ വന്നതിന്റെ പേരിൽ പുറത്തു തരണേ പടച്ചവനെ. ഞങ്ങളുടെ ഐബുകളെടുത്ത് പരസ്യപ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ന്യൂനതകളെ പരസ്യപ്പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ തെറ്റുകൾ മറച്ചു വെക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ദിവസം, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം ഏറ്റവും നല്ല ദിവസമാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ നാവ് കൊണ്ട് കലിമ ഉറക്ക ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം താ അല്ലാഹ്. മലക്കുകൾ സന്തോഷത്തോടുകൂടി അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ വദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറയപ്പെടുന്ന മയ്യത്താക്കണേ അല്ലാഹ്. പടച്ചവരെ ഞങ്ങളിൽ പലരും രോഗികളുണ്ട് പടച്ചവരെ. ഈ മജ്ലിസിൽ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. നീ ഷാഫിയാണ് റബ്ബേ, നീ കാഫിയാണ് റബ്ബേ, നീ വാഫിയാണ് റബ്ബേ, നീ മുആഫിയാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരിമാരിലുള്ള രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ ഈ മുബാറക്കായ മജ്ലിസിൽ നിന്ന് ഈ ആപ്പിൾ വാങ്ങിക്കൊണ്ടുപോയി അത് കഴിക്കുന്നവർ ആ സദഖയുടെ ബർക്കത്ത് കൊണ്ടും അവർക്കും നീ ശിഫ കൊടുക്കണേ പടച്ച റബ്ബേ. അല്ലാഹുവേ ക്യാൻസറിൽ നിന്ന് അഭയം തേടുന്നു അല്ലാഹ്, ട്യൂമറിൽ നിന്ന് അഭയം തേടുന്നു അല്ലാഹ്. ഞങ്ങളുടെ സഹോദരിമാരുടെ ബ്രസ്റ്റിലെ ക്യാൻസറും അതിലെ മുഴകളും നീ ഒഴിവാക്കി കൊടുക്ക് പടച്ചവരെ. ഗർഭപാത്രത്തിലെ മുഴകൾ ഒഴിവാക്കണേ അല്ലാഹ്. അമിതമായ ബ്ലീഡിങ്ങിൽ നിന്നും PCOD-യിൽ നിന്ന് രക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ അലർജി, ആസ്മ, ചൊറിച്ചിൽ പോലുള്ള രോഗങ്ങളെ തൊട്ട് പടച്ചവനെ നിൽക്കാൻ പോലും കഴിയാതെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുള്ള വെരിക്കോസ് വെയിൻ കൊണ്ട് വേദന കൊണ്ട് പടച്ചവനെ കഷ്ടപ്പെടുന്ന ഉമ്മമാര് പെങ്ങന്മാർക്ക്
പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ, പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവരെ വിട്ടുമാറാത്ത തലവേദന, അലർജി, ആസ്മയുടെ രോഗം, തൈറോയിഡിന്റെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ, സഹായിക്കണേ അല്ലാ. ഹാർട്ട് അറ്റാക്കിൽ നിന്നും സ്ട്രോക്കിൽ നിന്നും സൈലന്റ് അറ്റാക്കിൽ നിന്നും സഹായിക്കണേ പടച്ചവനെ. നടുവ് വേദന, മുട്ടുവേദന, കാലുവേദന, കൈകാല് കടച്ചിലുകളിൽ നിന്ന് അല്ലാ, ഈ സദഖയുടെ ഈ ബഹുമാനപ്പെട്ട ഈ മുബാറക്കായ ഈ മജ്ലിസിന്റെ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അതെല്ലാം ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഇവിടെ പറഞ്ഞു പോയാണ് മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, അയൽപക്കക്കാര്, പടച്ചവനെ ഞങ്ങളുടെ മക്കള്, മരുമക്കള് അല്ലാ, അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, മണിയറയാക്കണേ അല്ലാ, മണിയറയാക്കണേ അല്ലാ. ഖബറ് ഞെരിക്കല്ലേ പടച്ചവനെ, കുടുസാക്കല്ലേ പടച്ചവനെ, തീ കൊണ്ട് നിറയ്ക്കല്ലേ പടച്ചറബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ വിജയിപ്പിക്കണേ അല്ലാ, നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും കൊടുക്കണേ പടച്ചവനെ. ഉന്നതമായ നിലവാരത്തിലേക്ക് അവരെ കൈപിടിച്ച് നീ ഉയർത്തണേ പടച്ചവനെ. ഞങ്ങളുടെ ഹാഫിളീങ്ങളായ ആലിമീങ്ങളായ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. വിശിഷ്യായി മജ്ലിസിലിരിക്കുന്നവർ, ഇന്ന് ആദരിക്കപ്പെട്ടവർ, ഈ നാട്ടിലുള്ളവര് പടച്ചവനെ, ഈ നാട്ടിലുള്ള മദ്രസയെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ബഹുമാനപ്പെട്ട കരീം ഉസ്താദിന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, ഏത് സാധു സംരക്ഷണത്തിന് വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാര്, വീട് വീടാന്തര കയറിറങ്ങി അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഓരോ ചില്ലി പൈസ കൊണ്ട് സാധുക്കളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഈ മഹാമനീഷികരെ അല്ലാ, നീ അർശിന്റെ തണലിൽ പാർപ്പിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അവരെ നീ തളർത്തല്ലേ അല്ലാ, അവരെ നീ വളർത്തണേ അല്ലാ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഈ നാടിൽ എല്ലാ ഖൈറുകളും നീ ഖൈറുകളും ചൊരിയണേ പടച്ചവനെ. അല്ലാഹുവേ, ഇത്രയും സമയം ക്ഷമിച്ചിരുന്നവര്, ഇത്രയും സമയം ഈ മജ്ലിസിലിരുന്നവർക്ക് സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ, നരകം ഹറാമാക്കണേ അല്ലാ. പടച്ചവനെ, പറഞ്ഞു പോയതിൽ വല്ല തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി ദീർഘകാലം നിനക്ക് വേണ്ടി, നിന്റെ പൊരുത്തത്തിന് വേണ്ടി ദഅവത്ത് ചെയ്യാൻ, ഖിദ്മത്ത് ചെയ്യാൻ ഈ വിനീതന് ആഫിയത്തും ദീർഘായുസ് നൽകു റബ്ബേ. ഈ വിനീതന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കു റബ്ബേ. കുടുംബത്തിന് എല്ലാ ഖൈർ ബർക്കാത്തുകൾ നൽകു റബ്ബേ. രോഗങ്ങളിൽ നിന്ന് പരിപൂർണ മോചനം നൽകു റബ്ബേ. ഈ ദുആ സ്വീകരിക്കു റബ്ബേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. صلى الله على محمد، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد. يا ربي صل عليه وسلم. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.